കർത്താവിൻ്റെ വിശുദ്ധമായ നാമം ഇന്ന് പകൽക്കാലം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട നല്ല നിമിഷത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. പ്രത്യേകിച്ച് ഇന്ന് പകൽക്കാലം ആരാധനയ്ക്ക് കടന്നു വന്നിരിക്കുന്ന എല്ലാ ദൈവജനങ്ങൾക്കും, അതുപോലെ സൂമിലൂടെ വിവിധമായ മാധ്യമങ്ങളുടെ ദൈവജനം ശ്രവിക്കുന്ന എല്ലാ ശ്രോതാക്കളും കർത്താവ് യേശുക്രിസ്തു നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനങ്ങളെ പ്രാരംഭമായി ഞാൻ അറിയിക്കട്ടെ. പ്രത്യേകിച്ച് ഇന്ന് പകൽക്കാലത്തെ അല്പനേരം ചിന്തയ്ക്കായിട്ടൊരു വേദഭാഗം വായിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. മത്തായി സുവിശേഷം 6-ാം അധ്യായം അതിൻ്റെ 16-17 വാക്യം നമുക്ക് ശബ്ദമുയർത്തി മൈക്കിലൂടെ നമുക്ക് വായിക്കാം. മത്തായി സുവിശേഷം 6-ാം അധ്യായം അതിൻ്റെ 16-17 വാക്യങ്ങൾ നമുക്ക് വായിക്കാം. ഉപവസിക്കുമ്പോൾ നിങ്ങൾ കപടഭക്തിക്കാരെ പോലെ വാടിയ മുഖം കാണിക്കരുത്. അവർ ഉപവസിക്കുന്നത് മനുഷ്യർക്ക് വിളങ്ങേണ്ടതിന് മുഖം വിരൂപമാക്കുന്നു. അവർക്ക് പ്രതിഫലം കിട്ടിപ്പോയി എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. നീയോ ഉപവസിക്കുമ്പോൾ നിന്റെ ഉപവാസം മനുഷ്യർക്കല്ല, രഹസ്യത്തിലുള്ള നിന്റെ പിതാവിന് വിളങ്ങേണ്ടതിന് തലയിൽ എണ്ണ തേച്ച് മുഖം കഴുകുക. രഹസ്യത്തിൽ കാണുന്ന നിന്റെ പിതാവ് നിനക്ക് പ്രതിഫലം നൽകും. ഒരു അനുഗ്രഹിക്കപ്പെട്ട ഒരു ഭാഗമാണല്ലോ ഇന്ന് പകൽക്കാലം വായിച്ചു കേൾക്കുവാനിടയായി തീർന്നത്. അല്പനേരം ചിന്തിക്കാൻ പോകുന്ന വിഷയമെന്ന് പറയുന്ന ഉപവാസം എന്നുള്ള വിഷയമാണ്. ഇന്ന് പകൽക്കാല ഉപവാസത്തോടെ ചില ദൈവമക്കളായിരിക്കുന്ന ഓർത്ത് ദൈവത്തിന് സ്തോത്രം. ഈ ദിവസങ്ങൾ വരും കാലങ്ങളിൽ നമുക്ക് ഉപവാസ പ്രാർത്ഥനകളൊക്കെ വരുവാനിടയായി തീരട്ടെ. സഭയുടെ ചില പ്രത്യേകമായ ചില അനുഭവങ്ങൾ, പലതും മുടങ്ങിയിരിക്കുന്ന അനുഭവം കൊണ്ട് എന്ത് ചെയ്യണം, ഈ ദിവസങ്ങളിൽ നമുക്ക് പ്രാർത്ഥിക്കാം. അതുപോലെ ഒരു ഉപവാസ പ്രാർത്ഥന നമുക്കെല്ലാ മാസങ്ങളിൽ പറ്റുമെങ്കിൽ എന്ത് ചെയ്യണം, കഴിയണം. എല്ലാ ഭവനങ്ങളിലും നമുക്ക് ഓരോ ഭവനങ്ങളിൽ പോയി ചെന്ന് ഉപവാസത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്കൊരു പക്ഷേ മറ്റു ദിവസങ്ങൾ എല്ലാവർക്കും ഒരുമിച്ച് കൂടാൻ പറ്റിയില്ല എങ്കിൽ നമുക്ക് ഈ പറയുന്ന ഞായറാഴ്ചയെങ്കിലും നമുക്ക് ഉച്ചയ്ക്ക് ശേഷം, അല്ലെങ്കിൽ അന്നേ ദിവസം മുഴുവൻ ഉപവാസത്തോടെ ആയിരുന്ന് നമുക്ക് ഉച്ചയ്ക്ക് ശേഷമെങ്കിലും ഏതെങ്കിലും ഭവനങ്ങളിൽ കൂടി നമുക്ക് ദൈവസന്നി സ്തുതിക്കണം, ഉപവാസത്തോടെ പ്രാർത്ഥനയോടെ ആയിരിക്കണം. ഓരോ മാസവും നമുക്ക് അതിനു വേണ്ടി കാര്യങ്ങൾ നടത്തുവാനിടയായി തീരട്ടെ. അതുപോലെ സ്തുതിച്ചുകൊണ്ട് നമ്മൾ ഒരുമിച്ച് ചേർന്ന് ദേശം മുഴുവൻ സ്തുതിച്ചുകൊണ്ട് നടക്കുവാൻ നാം ആഗ്രഹിക്കുകയാണ്. നടന്ന് തന്നെ ദൈവത്തെ സ്തുതിക്കുന്ന ആ സമയങ്ങളിൽ ഒരു കാര്യങ്ങൾ പറയുവാനല്ല, ദൈവത്തെ സ്തുതിക്കുക മാത്രം ചെയ്തുകൊണ്ട് നടക്കാൻ വേണ്ടി പോവുകയാണ്. ഇതൊക്കെ നമ്മുടെ കുഞ്ഞുങ്ങൾ കണ്ട് ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടാൻ വേണ്ടി, അത് ദേശത്തിൽ അനുഗ്രഹം പ്രാപിക്കും, നമ്മുടെ വായികൾ അനുഗ്രഹം പ്രാപിക്കും, നമ്മൾ അനുഗ്രഹം പ്രാപിക്കുവാനിടയായി തീരും. അങ്ങനെയൊക്കെയുള്ള ചില കാര്യങ്ങൾ നടത്തുവാനിടയായി തീരട്ടെ. നമ്മൾ സ്തോത്ര ദൈവം അനുവദിച്ച് നമ്മളെല്ലാം കുടുംബങ്ങൾ ചേർന്ന് ചില ദൂരയാത്രകളൊക്കെ നമ്മൾ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നിശ്ചയമായിട്ടും അതൊക്കെ നടക്കും. ആ സമയങ്ങളിലും നമ്മൾ മറ്റു കാര്യങ്ങളല്ല, കർത്താവിൻ്റെ നാമഹത്വത്തിന് വേണ്ടി പ്രയോജനപ്പെടുവാൻ നമ്മൾ എവിടെയാണോ പോകുന്നത്, അല്ലെങ്കിൽ അവിടെ ചെന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന രീതിയിൽ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കണം. ഹല്ലേലൂയ. നിശ്ചയമായിട്ട് കർത്താവ് ഈ ദിവസങ്ങളിൽ സഹായിക്കുമാറാകട്ടെ. നമ്മൾ അതിനായി പ്രാർത്ഥിക്കാം. നമ്മൾ ഉപവാസത്തോടെ ആയിരിക്കുന്ന തൻ്റെ ജനങ്ങൾക്ക് വേണ്ടി ദൈവാത്മാവ് ഇന്ന് പകൽക്കാൻ നൽകിയ ചെറിയൊരു ആലോചന മാത്രം ഞാൻ പറഞ്ഞിട്ട് ദൈവസന്നിധിക്കുവാൻ ഞാൻ ആഗ്രഹിക്കും. ഒന്ന്, ഉപവാസം എന്തല്ല എന്നുള്ളതാണ് വിഷയം. നമ്മൾ പലപ്പോഴും ഉപവസിക്കുക എന്ന് പറയുന്നുണ്ട്. ഞാൻ പലപ്പോഴും പറയുന്ന ഭാഗമാണ് എന്തിന് നാം ഉപവസിക്കണം. അത് വളരെ ലക്ഷ്യമാണ്. എന്തിന് നാം ഉപവസിക്കണം? പഴയ നിയമത്തിൽ പല കാര്യങ്ങൾ ഉപവസിച്ചതായി കാണുവാൻ സാധിക്കുന്നു, ശരിയാ. പുതിയ നിയമത്തിൽ പല കാര്യങ്ങൾക്ക് വേണ്ടി ഉപവസിച്ചതായി കാണുവാൻ സാധിക്കുന്നു. എന്നാൽ എന്തിനാണ് കർത്താവ് യേശുക്രിസ്തു നമുക്കൊരു നല്ല മാതൃക തന്നിച്ചു? എന്താണ് കർത്താവ് യേശുക്രിസ്തു എന്തിനാണ് ഉപവസിച്ചതെന്നറിയാം? എന്തിനാണ് ഉപവസിച്ചത്? കർത്താവ് യേശുക്രിസ്തു അല്ലെങ്കിൽ സ്തോത്രം മരുഭൂമിയിലേക്ക് എന്ത് ചെയ്തു? താന് പോയി, അല്ലെങ്കിൽ അവൻ ദൈവസന്നിധി ഉപവസിക്കുവാനിടയായിട്ട്. എന്തിനാണ്? ദൈവത്തിൻ്റെ ഒരു ശുശ്രൂഷ വെളിപ്പെടുന്നതിന് മുൻപേ, ദൈവപ്രവൃത്തി തങ്ങളിലൂടെ ആരംഭിക്കുന്നതിന് മുമ്പേ വേറിട്ട് നിന്ന് എന്ത് ചെയ്യാണ്? അവൻ ദൈവസന്നിധി കർത്താവ് യേശുക്രിസ്തു എന്ത് ചെയ്യാണ്? ഉപവസിക്കുകയാണ്. അതെന്തിനായിരുന്നു? ദൈവിക ശുശ്രൂഷയുടെ ഒരു ആരംഭം കുറിക്കുന്നതിന് മുൻപേ. എന്ന് പറഞ്ഞാൽ പഴയ നിയമ കാലഘട്ടങ്ങളിൽ പ്രത്യേകമായ ശുശ്രൂഷകന്മാർക്ക് പ്രത്യേകമായ ചില കാഴ്ചപ്പാട്, പുരോഹിതന്മാർ, ലേവി കുടുംബത്തിൽപ്പെട്ടവർ, ഇങ്ങനെയൊക്കെ പ്രത്യേകിച്ചുണ്ടായിരുന്നു. പക്ഷേ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ ദൈവവചന പ്രകാരം പറയും, നമ്മെ എല്ലാ പേരെയും രാജകീയ പുരോഹിത വർഗമായി നമ്മെ വിളിച്ചു വരുത്തി എന്നുകൂടെ പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും കർത്താവിനെ ആരാധിക്കുവാൻ, ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ, ദൈവത്തെ സ്തുതിക്കുവാനും ഒരുപോലെ പ്രാഗൽഭ്യം നൽകിയിരിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ലോകപ്രകാരമായി നോർമൽ വിശ്വാസിയായിട്ടും ജീവിക്കാം. എങ്ങനെ ജീവിക്കാം? ദൈവ മഹത്വം എന്നിൽ വെളിപ്പെടുന്നതിലൂടെയും ജീവിക്കാം. നമുക്ക് ഒരു സാധാരണ ജീവിതം പോലെ പ്രാർത്ഥിച്ച് നമ്മുടെ വിഷയങ്ങൾ മാത്രം നമ്മൾ കൈക്കൊണ്ട് ജീവിതത്തിൽ പോകുന്ന സാധാരണ മനുഷ്യരാണ്. അല്ല, ദൈവത്തിന്റെ മഹത്വം എന്നിലൂടെ വെളിപ്പെടണം. യേശു കർത്താവിന്റെ പ്രാർത്ഥന എന്താണ്? നമ്മൾ പലരും പഠിച്ചത് എന്താ? ഒന്നാമത്തെ പ്രാർത്ഥന എന്താ? സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ. എന്താണ് ഫസ്റ്റ് പ്രാർത്ഥന? തിരുനാമം വിശുദ്ധീകരിക്കപ്പെടണമേ, നിന്റെ തിരു ഇഷ്ടം സ്വർഗത്തെ പോലെ ഭൂമിയിലുമാകണമേ, നിന്റെ രാജ്യം വരയണമേ. ഈ 3 കാര്യങ്ങൾ പ്രാരംഭ വാക്കുകൾ എന്ന് പറയുന്നത്.
സ്തോത്രം. മത്തായി വായിക്കണം. മത്തായി 6-ാം അധ്യായത്തിൽ കർത്താവ് യേശുവിന്റെ പ്രാർത്ഥന കാണുവാൻ സാധിക്കുന്നു. അതിന്റെ 6-ാം അധ്യായം തന്നെ അതിന്റെ 9-ാമത്തെ വാക്യം വായിച്ചേ. നിങ്ങൾ ഇവണ്ണം പ്രാർത്ഥിപ്പീൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നാമം വിശുദ്ധീകരിക്കപ്പെടണമേ. ഒന്നാമത്തെ കാര്യം, ദൈവനാമം എന്നിലൂടെ വെളിപ്പെടുവാൻ തന്റെ ജനങ്ങൾക്ക് വേണ്ടി ഉപവസിക്കേണ്ട ഒന്നാമത്തെ വിഷയമാണ്. അത് നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടുന്നതിന് മുമ്പ് നാം ഉപവസിക്കേണ്ട വിഷയമാണ്. ഒന്ന്, എന്താണ് പറയുന്നത്? നിന്റെ നാമം എന്നിലൂടെ. നമുക്ക് ചേർത്ത് പറയാം, ദൈവത്തിന്റെ നാമം എന്നിലൂടെ വിശുദ്ധീകരിക്കപ്പെടണമേ. 2, നിന്റെ രാജ്യം വരേണമേ. അങ്ങയുടെ രാജ്യം, ദൈവത്തിന്റെ രാജ്യം എന്നിലൂടെ ദേശത്തിൽ, സഭകളിൽ, നാം പോകുന്ന സ്ഥലങ്ങളിൽ, നാം നിൽക്കുന്ന, നാം ജോലി ചെയ്യുന്ന സ്ഥലങ്ങളിൽ ദൈവത്തിന്റെ രാജ്യം എന്നിലൂടെ പണിയപ്പെടണമേ. 3, നിന്റെ ഇഷ്ടം സ്വർഗത്തിൽ. ദൈവത്തിന്റെ ഇഷ്ടം എന്താ? ദൂതന്മാർ സദാസമയം ദൈവത്തെ ആരാധിച്ചു കൊണ്ടിരിക്കുന്നു, ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. അതേ ഇഷ്ടം ഭൂമിയിൽ കൊണ്ടുവരുവാൻ കർത്താവ് എന്നെ ഈ 3 പ്രാർത്ഥന നമ്മുടെ ജീവിതത്തിൽ വ്യക്തിപരമായ അനുഭവം കർത്താവ് നമ്മെക്കുറിച്ച് ആഗ്രഹിക്കും. ദൈവിക ശുശ്രൂഷ ഇതാണ്. ദൈവവചനം കേൾക്കുന്ന ദൈവദാസന്മാർ ആരെങ്കിലും ഈ ദൈവവചനം കേൾക്കുന്നുവെങ്കിൽ നമ്മെ കുറെ രോഗികൾ സൗഖ്യമാക്കുവാൻ വേണ്ടിയല്ല, അതിനേക്കാളും ഏറെ അതൊക്കെ നമ്മുടെ ജീവിതം നടക്കും, ഓട്ടോമാറ്റിക് നടക്കേണ്ടതാ. അതുപോലെ ഒരുപാട് ശുശ്രൂഷകൾ കൈക്കൊണ്ട് സ്റ്റേജുകൾ അതൊക്കെ നല്ലതാണ്, അതൊക്കെ നടക്കും. പക്ഷെ അതിനേക്കാൾ കർത്താവ് നമ്മെ ശ്രേഷ്ഠ ശുശ്രൂഷ എന്ന് പറയുന്നത് ഒന്നാമത്തെ കാര്യം, കർത്താവിന്റെ നാമം എന്നിലൂടെ വിശുദ്ധീകരിക്കപ്പെടുന്നു പ്രാർത്ഥിക്കണം. എന്റെ ജീവിതത്തിൽ, എന്റെ മനസ്സിൽ, എന്റെ വാഗൊണ്ട്, എന്റെ പ്രവൃത്തി, എന്റെ നോട്ടം കൊണ്ട്, പ്രവൃത്തി കൊണ്ട്, ജീവിത ചെയ്തികൾ കൊണ്ട് പക, പിണക്കം, ജാരശങ്ക, ക്രോധ, ദ്വന്ദ്വം ഇതെല്ലാം മാറി ആത്മാവിന്റെ ഫലങ്ങൾ വെളിപ്പെട്ട് വിശുദ്ധിയിലേക്ക് നിൽക്കുവാൻ. ഒന്നുകൂടെ പറഞ്ഞാൽ, കർത്താവിന് നമ്മോട് സംസാരിക്കാൻ തടസ്സമായി നിൽക്കുന്ന ഏത് അശുദ്ധിയും എന്നിൽ നിന്ന് മാറുവാനുള്ള ഒരു അനുഭവമാണ് ദൈവിക ശുശ്രൂഷ. അത് മാത്രമല്ല, തിരു ഇഷ്ടം പോലെ സ്വർഗത്തെ പോലെ ഈ ഭൂമിയിലും ആകണമേ. കർത്താവിന്റെ ഇഷ്ടം എന്താ? ദൈവത്തിന്റെ നിങ്ങളുടെ ദൈവത്തിന്റെ ഇഷ്ടമോ നിങ്ങളുടെ ശുദ്ധീകരണം അത്രേ. അങ്ങനെയാണെങ്കിൽ ദൈവത്തിന്റെ ശുദ്ധീകരണം കർത്താവ് നമ്മെ ഏൽപ്പിച്ച ശുശ്രൂഷയാണ്. 3-ാമത്തെ കാര്യം പറയുന്നു, എന്താ? ദൈവത്തിൻ്റെതായ ദൈവത്തിന്റെ രാജ്യം എന്നിലൂടെ വെളിപ്പെടണമേ. ഇങ്ങനെയുള്ള ദൈവികമായ ശുശ്രൂഷകൾ നമ്മുടെ ജീവിതത്തിലൂടെ വെളിപ്പെടുന്നതിന് മുൻപേ, ഒന്നുകൂടെ പറഞ്ഞാൽ, അങ്ങനെ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ദൈവസന്നിധി എന്ത് ചെയ്യണം? ഇങ്ങനെ വെളിപ്പെടാതിരിക്കാൻ തടസ്സം നിൽക്കുന്നത് എന്തുണ്ടെങ്കിൽ ദൈവസന്നിധി ഉപവസിക്കാം. വ്യക്തികളാകരുത്. നമുക്ക് ദൈവത്തിൽ നിന്ന് നമ്മൾ കഴിഞ്ഞ നാളുകൾ പ്രത്യേക ദൈവത്തെ സ്തുതിക്കുന്നവരാരംഭിച്ചു, ദൈവം മഹത്വപ്പെടുത്താൻ ആഗ്രഹിച്ചു. പ്രത്യേകിച്ച് കഴിഞ്ഞ നാളുകളിൽ നമ്മുടെ സ്വപ്നങ്ങളിലേക്ക് പോലും ദൈവാത്മാവ് സംസാരിച്ചു തുടങ്ങി. ഞാൻ പറഞ്ഞത്, അങ്ങനെ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുമ്പോൾ തടസ്സമായി നിൽക്കുന്ന, നമ്മെ അസ്വസ്ഥമാക്കുന്ന, നമ്മളെ അല്ലെങ്കിൽ സ്വസ്ഥത ഇല്ലാണ്ടാക്കുന്ന, ദൈവത്തിന്റെ മഹത്വകരമായ അല്ലെങ്കിൽ കാര്യങ്ങൾ ചിന്തിക്കേണ്ട നമ്മെ അക്കാര്യങ്ങളില്ലാത്ത കാര്യങ്ങളെ കൊണ്ട് ചിന്തിപ്പിക്കുന്ന, അല്ലെങ്കിൽ ആവശ്യമില്ലാത്ത കാര്യങ്ങളെ കൊണ്ട് ടെൻഷൻ അടിപ്പിക്കുന്ന, സ്വസ്ഥത അനുഭവിക്കാൻ കഴിയാത്ത, മനസ്സുകൊണ്ട് ദൈവത്തെ സ്തുതിക്കുവാൻ കഴിയാതെ, സ്വസ്ഥമായി ദൈവത്തെ ആരാധിക്കുവാൻ കഴിയാതെ ഇരിക്കുന്ന അനുഭവമാണെങ്കിൽ നമുക്ക് ദൈവസന്നിധി ഉപവസിക്കാൻ. കർത്താവേ, എന്റെ മനസ്സിൽ സ്വസ്ഥത നൽകി ദൈവത്തെ ആരാധിക്കാൻ ദൈവം കൃപ നൽകണമേ. എന്റെ വായിൽ അരുതാത്ത് സംസാരിപ്പിക്കുന്ന ഒരു അന്ധകാര ശക്തി കർത്താവേ എന്റെ മുമ്പിൽ വരരുതേ. ഒരു തരത്തിലുള്ള വ്യാപാര മണ്ഡലങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ വേണ്ട കർത്താവേ. ഞാൻ ഇന്ന് പകൽക്കാലം പറയുന്നു, ഈ ഒരു ഉപവാസ പ്രാർത്ഥന കഴിയുമ്പോൾ നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിനകത്ത് പറഞ്ഞോണം, കർത്താവേ എന്നെ അസ്വസ്ഥമാക്കുന്നു, എന്റെ ജീവിത സാഹചര്യങ്ങൾ അസ്വസ്ഥമാക്കുന്നു, എന്റെ ജീവിത ശുശ്രൂഷയുള്ള ബന്ധത്തിൽ ആത്മീകമായി ദൈവസന്നിധി വിശുദ്ധിയോടെ ജീവിക്കുവാൻ കഴിയാതെ നമ്മെ കറക്കുന്നു, നമ്മെ മാനസികമായി കിടക്കുന്നു, നമ്മുടെ മൈൻഡിനകത്ത് വ്യാപരിപ്പിക്കുന്നു, ചിന്തകൾക്കകത്ത് വ്യാപരിക്കുന്നു, നമ്മുടെ ഓർമ്മയ്ക്കകത്ത് വ്യാപരിക്കുന്നു. ചില മണ്ഡലങ്ങൾക്കകത്ത് ഒരു ദൈവ പ്രവൃത്തിക്കായി ഇന്ന് ഉപവാസത്തോടെ തന്റെ ജനങ്ങൾക്ക് വേണ്ടി ഒരു വിടുതലിന്റെ കരം യേശുവിന്റെ നാമത്തിൽ സംഭവിക്കട്ടെ. ഹല്ലേലൂയ. സ്തുതിക്കുന്ന ഒരു കൂട്ടം ജനത്തിന്റെ മധ്യത്തിൽ ദൈവപ്രവൃത്തി വെളിപ്പെടുവാനിടയായി. പല വ്യക്തികൾ നമുക്കെതിരായി നിൽക്കും. നമുക്കൊന്നും സ്വസ്ഥമായി നിൽക്കുവാൻ പറ്റാത്ത പല വ്യക്തികൾ എഴുന്നേൽക്കും. പക്ഷേ നമുക്ക് പോരാട്ട വ്യക്തികളോടാകരുത്. അവരുടെ ഒരു ചിന്ത പോലും നമ്മുടെ മനസ്സിനകത്ത് വരരുത്. നമ്മൾ എന്ത് ചെയ്യണം? നമുക്ക് പ്രാർത്ഥിക്കാം, കർത്താവേ ഞാനായിരിക്കും, എനിക്കൊരു സ്വസ്ഥത വരണം. എനിക്ക് മറ്റുള്ളവരുടെ വിഷയമല്ല, മറ്റുള്ള സാഹചര്യം എനിക്ക് വിഷയമല്ല, മറ്റുള്ളവർ എന്നെ പറ്റി എന്ത് പറയുന്ന എന്റെ വിഷയമല്ല. കർത്താവേ, എന്റെ മനസ്സ് അസ്വസ്ഥമാക്കുവാൻ ദൈവം അനുവദിക്കുക യേശുവിന്റെ നാമത്തിൽ. അങ്ങനെയാണെങ്കിൽ ഇന്ന് പകൽക്കാലം പറയുന്നു, അതിനുവേണ്ടി എന്ത് ചെയ്യണം? ഉപവസിക്കാം.
അപ്പോൾ ഉപവസിക്കുമ്പോൾ ഒന്ന് നാം മനസ്സിലാക്കേണ്ടത് എന്തല്ല എന്നാ മനസ്സിലാക്കണം. 6-ാം അധ്യായത്തിൽ അതിന്റെ 16-ഉം 17-ഉം വാക്യം ഒന്നുകൂടെ നമുക്കൊന്ന് വായിക്കാം. ഉപവസിക്കുമ്പോൾ നീ ഉപവസിക്കുമ്പോൾ നിങ്ങൾ കപടഭക്തിക്കാരെ പോലെ വാടിയ മുഖം കാണിക്കരുത്. ഒന്നാമത്തെ കാര്യം, ഉപവസിക്കുന്ന അകത്ത് നമ്മെ വാടിയ മുഖം നമ്മുടെ ജീവിതത്തിനകത്ത് വരരുത് എന്നുകൂടെ പറഞ്ഞാൽ ഇതെങ്ങനെ നമുക്ക് ചിന്തിക്കാം. നമുക്കൊരു മാനുഷ്യമായി ഇത് പറ്റത്തില്ല കേട്ടോ. നമുക്ക് വാടിയ മുഖത്തോടു കൂടി നമുക്ക് ജീവിക്കാൻ പലപ്പോഴും പറ്റുന്നുള്ളൂ. പക്ഷെ നമുക്കൊന്ന് മനസ്സിലാക്കണം, കർത്താവേ, ഈ ഒരു ഉപവാസം കഴിയുമ്പോൾ എൻ്റെ ഈ വാടിയ മുഖം മാറും. യേശുവേ സ്തോത്രം, സ്തോത്രം. കപടഭക്തിക്കാരെ പോലെയല്ല കർത്താവ് എൻ്റെ ജീവിതത്തിനകത്ത് കപടഭക്തിക്കാരെ പോലെ ആക്കുന്ന ചില അവസ്ഥകൾ നമ്മെ, നമ്മുടെ മുഖത്തെ ശോഭിക്കാതിരിപ്പാൻ തക്കവണ്ണം, നമ്മളായിരിക്കുന്ന സ്ഥലങ്ങൾ സമാധാനത്തോടെ സന്തോഷത്തോടെ ചിരിക്കുവാൻ കഴിയാതെ, സമാധാനത്തോടെ ദൈവത്തെ സ്തുതിക്കുവാൻ കഴിയാതെ അഭിമുഖീകരിച്ച ചില വിഷയങ്ങൾ നമുക്ക് പറയാം, കർത്താവേ, ഈ ഒരു കപട വ്യക്തിക്കാരനെ പോലെ ആക്കുക എന്നുള്ളതല്ല. കർത്താവേ, എൻ്റെ ജീവിതത്തിനകത്ത് അല്ലെങ്കിൽ സ്തോത്രം സ്വസ്ഥത നൽകി നമ്മെ എന്ത് ചെയ്യണം അല്ലെങ്കിൽ സ്തോത്രം കപട വ്യക്തിക്കാരെ പോലെ ആകുന്ന അനുഭവമല്ല. കപട വ്യക്തിക്കാരെ പോലെ നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, അല്ലെങ്കിൽ സ്തോത്രം വാടിയ മുഖം കാണിക്കരുത് എന്ന് പറഞ്ഞാൽ വാടിയ അനുഭവം നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, കാണിക്കുക. ഒന്ന്, ഈ വാടിയ മുഖം നമ്മൾ മറ്റുള്ളവർ കാണിക്കാനും പാടില്ല. നമ്മുടെ ജീവിതത്തിൽ വാടിയ മുഖമുണ്ടെങ്കിൽ ദൈവത്തോട് പ്രാർത്ഥിക്കും, കർത്താവേ, ഞങ്ങളുടെ വാടിയ മുഖത്തെ മാറ്റണമേ. എവിടെയൊക്കെ നമ്മുടെ വാടിയ മുഖങ്ങൾ അഭിമുഖീകരിക്കുന്നുണ്ട്. നിശ്ചയമായിട്ടും ഞാനും അഭിമുഖീകരിക്കുന്ന പല സാഹചര്യങ്ങളുണ്ട്. ഞാൻ വിശ്വസിക്കുന്നു ഈ ഒരു ഉപവാസ പ്രാർത്ഥന കഴിയുമ്പോൾ, ഈ പ്രാർത്ഥന എൻ്റെ ജീവിതത്തിൽ കഴിയുമ്പോൾ നിശ്ചയമായ ഒരു ദൈവപ്രവൃത്തി വെളിപ്പെടുവാനിടയായി തീരും. ഹല്ലേലൂയ. അത് മാത്രമല്ല, അടുത്ത വാക്യം, അവർ ഉപവസിക്കുന്നത് മനുഷ്യർക്ക് വിളങ്ങേണ്ടതിന് മുഖം വിരൂപമാക്കുന്നു. അവർക്ക് പ്രതിഫലം കിട്ടിപ്പോയി എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. അപ്പൊ ലോകപ്രകാരമായി പലരും ഉപവസിക്കുന്നവരുണ്ട്, പലവിധമാകുന്ന വാടിയ മുഖത്തോടെ. ഞാൻ പറഞ്ഞ ഈ വാടിയ മുഖം എന്ന് പറഞ്ഞ ദൈവസന്നിധിയിൽ വാടിയ മുഖമാണ്. എന്താണ്? മനുഷ്യരുടെ മുമ്പിൽ നല്ല രീതിയിൽ പ്രസന്നമായി നിൽക്കുന്നു, പക്ഷെ ദൈവസന്നിധിയിൽ വാടിയ മുഖം. ദൈവസന്നിധി ഒന്ന് വ്യക്തിപരമായി സ്തുതിച്ചിട്ട് നാളുകളായി കാണും പലരും. ദൈവസന്നിധി പ്രാർത്ഥിച്ചിട്ട് നേരെ ചൊവ്വേ ദൈവസന്നിധി പ്രാർത്ഥിച്ച് നാളുകളായിട്ടുണ്ടായിരിക്കാം. ദൈവസന്നിധി ഒന്ന് ഇരുന്നിട്ട് നാളുകളായിരിക്കാം. പലർക്കും കഴിയുന്നില്ല. പലർക്കും എന്താ പറയുന്നത്, വൈരാഗ്യ സ്വഭാവവും പകയും പിണക്കും വെച്ച് എന്നാ ദൈവസന്നിധി ആരാധിക്കുന്നതാ. ഈ ദിവസങ്ങളിൽ പലപ്പോഴും നമ്മൾ മീഡിയയിലൂടെ കണ്ടിട്ടുണ്ടല്ലോ, പലവിധമാകുന്ന അടികളും ബഹളും കുത്തും ചവിട്ടി ഇതൊക്കെ വെച്ചിട്ട് ആരാധിക്കുക, അന്യഭാഷയും പറഞ്ഞുകൊണ്ടിരിക്കുക, ഉപവസിക്കുക, ഒരു മടിയുമില്ല. ഞാൻ പറയുന്നു, അങ്ങനെയൊക്കെ നിൽക്കുമ്പോൾ കർത്താവിന്റെ മഹത്വം നമ്മളിലൂടെ വെളിപ്പെടാൻ തടസ്സമാ. നമ്മൾ മനസ്സിലാക്കാൻ കഴിയുമോ, കർത്താവേ, ഞാൻ അങ്ങനെ ഒരു മനുഷ്യനായിട്ടല്ല, വ്യക്തിത്വമായിട്ടല്ല, ലോകപ്രകാരമായ ചിന്തയിലൂടെ ഓടുവാനല്ല. ദൈവസന്നിധി ഞാൻ വാടിയ മുഖമായി നിൽക്കുമ്പോഴും മനുഷ്യ മുമ്പിൽ പ്രസന്നമായി നിൽക്കുന്ന പകൽക്കാലം കർത്താവേ, ഈ ഒരു വാസം കഴിയുമ്പോൾ അല്ലെങ്കിൽ നമുക്കൊന്ന് ഉപവസിക്കാൻ തയ്യാറാണോ? കർത്താവേ, എന്റെ ദൈവസന്നിധി എന്നെ വാടിയ മുഖത്തോടെ നയിപ്പിക്കുന്ന ചില സ്വഭാവങ്ങൾ ഉണ്ടെങ്കിൽ കർത്താവേ, ദൈവസന്നിധിയിൽ ഞാൻ പ്രസന്നതയോടെ നിൽക്കുവാൻ ദൈവം എന്നെ സഹായിക്കണമേ. ചിലരുടെ വാടിയ മുഖം എന്ന മൊബൈൽ ഫോണുകളാ, അല്ലെങ്കിൽ ദൈവഹിതമില്ലാത്ത എല്ലാ കാര്യങ്ങളും ഉപയോഗിച്ചിട്ട് വാടിയ മുഖത്തോടെ ഇരിക്കുക. ദൈവസന്നിധിയിൽ വാടിയ മുഖം. ഒരിക്കൽ കയ്യും ദൈവസന്നിധി വാടിയ മുഖത്തോടെ എന്താ, സ്വന്തം സഹോദരനെ കൊന്നുകൊണ്ട അവിടെ വാടിയ മുഖം കണ്ടുകൊണ്ടിരുന്നേ. അസൂയയുടെ ആത്മാവ് വ്യാപരിച്ചു. അവിടെ അവന്റെ മുഖം ശോഭിക്കുവാൻ പിശാച് അവൻ അനുവദിച്ചില്ല. സ്തോത്രം. പകയുടെ പിണക്കത്തിന്റെ സ്വഭാവം ജീവിതത്തിൽ കടന്നു വന്നപ്പോൾ കൊലപാതകം കടന്നു വന്നു അവന്റെ ജീവിതത്തിൽ. കയ്യിനോട് ദൈവം ചോദിക്കും, നിന്റെ മുഖം വാടിയതെന്ത്? ഇന്ന് പകൽക്കാലം വിവിധമായ സ്വഭാവങ്ങൾ കടത്തിവിട്ട് പകയുടെ പിണക്കത്തിന്റെ ജാരശങ്കര ക്രോധത്തിന്റെ ദുർവശത്തിന്റെ ചില അസൂയകളുടെ ചില വിഷയങ്ങൾ കടത്തിവിട്ടിട്ട് നമ്മെ ഇല്ലാണ്ടാക്കുന്ന ഒരു അന്ധകാര ശക്തി ഉണ്ടെന്ന് മനസ്സിലാക്കി ദൈവസന്നിധിയിൽ ഇരിക്കണം. നാം ഉപവസിക്കണം. യേശുവിന്റെ നാമത്തിൽ കർത്താവേ, ഞങ്ങൾക്കത് കഴിയുന്നില്ല കർത്താവേ, സ്വയമായി എനിക്കത് കഴിയുന്നില്ല കർത്താവേ, എന്റെ മൈൻഡിനെ എനിക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്നില്ല കർത്താവേ, എനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല കർത്താവേ, എനിക്ക് മറ്റുള്ളവരോട് പലപ്പോഴും കർത്താവേ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ സംസാരിക്കേണ്ടി വരുന്നു കർത്താവേ. എനിക്കെതിരായി സംസാരിക്കുമ്പോൾ, അപ്പാ, എനിക്കെതിരായി നിൽക്കുമ്പോൾ എനിക്കൊരു സ്വസ്ഥമായി നിൽക്കുവാൻ കഴിയാതെ ദൈവസന്നിധി വാടിയ മുഖത്തോടെ ആയിരിക്കുവാൻ പിശാച് പല മാധ്യമങ്ങൾ ഉപയോഗിക്കുമ്പോൾ ഇന്ന് പകൽക്കാലം കർത്താവേ, ഇല്ല കർത്താവേ, ഒരു വാടിയ മുഖമല്ല. ദൈവസന്നിധി ഞാൻ വിശ്വസ്തയോടെ എന്തൊക്കെ വന്നാലും ആരൊക്കെ എന്നെ എന്തൊക്കെ പറഞ്ഞാലും കർത്താവേ, അവിടെ മധ്യം നിലനിൽക്കേണ്ട ഒരു കൃപ എന്റെ മേൽ പകരുവാനിടയായി തീരണമേ എന്നുള്ള പ്രാർത്ഥനയോട് ഈ ഉപവാസത്തോടെ ആയിരിക്കുമ്പോൾ നിശ്ചയമായി ദൈവത്തിന്റെ പ്രവർത്തികൾ ചില മേഖലയ്ക്കകത്ത് ഇറങ്ങി ചെല്ലും. യേശുവിന്റെ നാമത്തിൽ ഹല്ലേലൂയ. വിശ്വസിച്ചാൽ ദൈവത്തിന്റെ മഹത്വം കാണും. കയ്യനോട് ചോദിക്കുകയാണ്, നീ എന്തിനു വാടിയിരിക്കുന്നു? നിന്റെ മുഖം എന്താ വാടിയിരിക്കുന്നേ? പക കടന്നു വന്ന് അവിടെ രക്ഷിക്കപ്പെടാതെ
ഒന്നുകൂടെ പറഞ്ഞു കഴിഞ്ഞാൽ പക ഉള്ളിൽ കടന്നു വന്നു, ഒരു അസൂയ കടന്നു വന്നു. എന്താ? സ്വന്തം സഹോദരന്റെ ഹല്ലേലൂയ സ്തോത്രം കാര്യങ്ങൾ പ്രസാദകരമായി നടന്നു, ദൈവത്തിന്റെ മഹത്വം അവനിൽ വെളിപ്പെട്ടു. അത് കണ്ടപ്പോൾ ഹല്ലേലൂയ കയ്യിന് മിണ്ടാതിരിക്കാൻ തോന്നിയില്ല. പക വന്നു, ഹല്ലേലൂയ ഒരു അസൂയ വന്നു, പലതും വന്നു. പക്ഷെ അവിടെ ഒന്ന് മാറി നിന്ന് അല്പനേരം ദൈവത്തോട് മാറി നിന്ന് കരയുവാൻ തയ്യാറായിരുന്നെങ്കിൽ കയ്യിനെ പ്രസാദിക്കുന്ന ദൈവമുണ്ടായിരുന്നു. പക്ഷേ അതിനകത്ത് പിന്നെയും പക 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 ഹൃദയത്തിനകത്ത് കടത്തിവിട്ട് ഉറങ്ങുവാൻ പോലും കഴിയാതെ, ഉറങ്ങുമ്പോൾ പക, നിൽക്കുമ്പോൾ പക, എങ്ങനെ തകർക്കണം, അവൻ എങ്ങനെ ഒതുക്കണം, ഇങ്ങനെയുള്ള പകയിട്ട് വ്യാപാരമിട്ട് പോരാന്ന് ചില ശക്തികൾ ഉണ്ടെങ്കിൽ നമുക്ക് തിരിച്ചറിഞ്ഞോണം. ഇല്ല, അവിടെ നമ്മൾ ബ്രേക്ക് ചെയ്തിട്ട് ഞാൻ അതിൽ കടന്നു വരും, ഞാൻ അതിൽ പുറത്തു വരും. പുറത്തു വരാൻ കഴിഞ്ഞില്ല എങ്കിൽ നമുക്കൊന്ന് ദൈവസന്നിധിക്കാം, ഉപവസിക്കാൻ. കർത്താവേ, എന്റെ ജീവിതത്തെ പകയുണ്ടാക്കുന്ന, അസൂയ ഉണ്ടാക്കുന്ന, എനിക്ക് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ എന്റെ വാ കൊണ്ട് സംസാരിപ്പിക്കുന്ന ചില മേഖലകളുണ്ട്. അപ്പാ, എനിക്ക് നിയന്ത്രിക്കാൻ കഴിയുന്നില്ല. ഒരു ദൈവപ്രവൃത്തി എന്റെ ജീവിതത്തിൽ വരണമേ എന്നുള്ള പ്രാർത്ഥനയോടെ ഉപവാസത്തോടെ ദൈവസന്നിധിക്കുമെങ്കിൽ നിശ്ചയമായി പറയുന്നു, ഈ ഒരു ഉപവാസം കർത്താവ് നമ്മെ പ്രസാദിക്കുന്ന നാളുകളായിരിക്കും. ഹല്ലേലൂയ. കയ്യിന് അവിടെ തിരിഞ്ഞു വരുവാൻ ഒരുപാട് നിമിഷം ഉണ്ടായിരുന്നിട്ടും ഹല്ലേലൂയ മടങ്ങി വരാത്തോണ്ട് അവസാനം എന്താ സംഭവിച്ചേ? ആത്മീക മരണം സംഭവിച്ചു. ആത്മീകരെ പലരെയും കൊല്ലുവാനിടയായി തീർന്നു. ഹാബേൽ എന്ന നീതിമാന്റെ രക്തപ്പഴി തന്റെ കുടുംബത്തിന്മേൽ അത് വ്യാപരിക്കുവാനിടയായി തീർന്നു. ഇതുപോലെ ദൈവമക്കൾക്കകത്ത് പലരുടെ കണ്ണുനീരിന്റെ ചില രക്തപ്പഴികൾ ചിലതിനെ കുടുംബത്തിനകത്ത് വ്യാപാരമിട്ട് പോരാടുമ്പോൾ ഇന്ന് പകൽക്കാലം അങ്ങനെ ഒരു വ്യക്തിയായി എന്നെ തീർക്കരുതെന്ന് പ്രാർത്ഥിക്കണം യേശുവിന്റെ നാമത്തിൽ. ആരൊക്കെ മറ്റുള്ളവർ എന്തൊക്കെ നമുക്കെതിരായി പറയട്ടെ, അവർ ഏതൊക്കെ മേഖലയിൽ നിന്നോട്ടെ, പക്ഷേ ഇന്ന് പകൽക്കാലം വിശ്വസിക്കും കർത്താവേ, അങ്ങനെ ഒരു രക്തപ്പഴി, ഒരു പകയുടെ, ഒരു അസൂയയുടെ അല്ലെങ്കിൽ നമുക്ക് വിരുദ്ധമായി നിൽക്കുന്ന അനുഭവമാണെങ്കിൽ കർത്താവേ, എന്റെ ജീവിതത്തിൽ കഴിയുന്നില്ല. കർത്താവേ, അങ്ങയുടെ മഹത്വം എന്റെ ഹൃദയത്തിനകത്ത് ഇറങ്ങണമേ, അങ്ങയുടെ മഹത്വം എന്റെ ചിന്തയ്ക്കകത്ത് ഇറങ്ങണമേ, അങ്ങയുടെ മഹത്വം എന്റെ ശരീരങ്ങൾ ഇറങ്ങണമേ എന്നുള്ള പ്രാർത്ഥനയോടെ ദൈവസന്നിധിയായിരിക്കും ദൈവം ആഗ്രഹിക്കുന്നു. അങ്ങനെയാ ഇന്ന് പകൽക്കാലം ഉപവാസത്തോടെ ദൈവജനമായിരിക്കുന്നത്. അല്ലെങ്കിൽ വ്യക്തികൾക്ക് വേണ്ടി അല്ലല്ലോ, നമ്മുടെ വ്യക്തിപരമായ ജീവിതം വാടിയ മുഖമായി തീരാതിരിക്കുവാൻ കർത്താവ് നമ്മെക്കുറിച്ച് ആഗ്രഹിക്കും. പക്ഷെ അവസാനം എന്ത് ചെയ്തു? കയ്യീൻ ദൈവസന്നിധി വിട്ടുപോയി. അവൻ പലർക്കും മരണത്തിന് കാരണമായി തീർന്നു. ഇന്ന് പകൽക്കാലം ഓർക്കണം, ദൈവസന്നിധിയിൽ മടങ്ങി വരേണ്ട സമയങ്ങളിൽ ദൈവസന്നിധിയിൽ മടങ്ങി വരാതെ പോയാൽ പലരുടെ നമ്മുടെ ആത്മീയ ജീവിതം മരിക്കുക മാത്രമല്ല, ദൈവം നിങ്ങൾക്ക് നൽകിയ പല നന്മകളെയും തകർക്ക് കളയുക എന്നുള്ള പദ്ധതിയുമായി വരുന്ന പിശാചിന്റെ ചില പദ്ധതികൾ നിങ്ങളുടെ ജീവിതം നടക്കുക മാത്രമല്ല, പലരുടെ ആത്മീക ഉദ്ധാരണത്തിന് പകരമായി ആത്മീക നിരുദ്ധാനത്തിനായി, അല്ലെങ്കിൽ ഒന്നുകൂടെ പറഞ്ഞാൽ ആത്മീക താഴ്ചയ്ക്കായി പലരെയും ഉപയോഗിക്കപ്പെടുമെന്ന് മറന്നു പോകരുത്. ഇന്ന് മകൾക്ക് നാം വിശ്വസിക്കണമില്ല, എന്നിലൂടെ എന്റെ ദൈവ മഹത്വം എന്നിലൂടെ വെളിപ്പെടണമേ. അത് മാത്രമില്ല, എന്നിലൂടെ പലരെയും യേശുവിന്റെ നാമം വെളിപ്പെടുവാൻ ഞാൻ പോകുമ്പോൾ തന്നെ, ഞാൻ ജീവിക്കുന്ന സ്ഥലങ്ങളിൽ, ഞാൻ ജോലി ചെയ്യുന്ന സ്ഥലങ്ങളിൽ എന്നിലൂടെ ദൈവമഹത്വം വെളിപ്പെടട്ടെ. ഹല്ലേലൂയ. അങ്ങനെ ദൈവമഹത്വം വെളിപ്പെടുവാൻ തടസ്സമായി നിൽക്കുന്ന സകല അനുഭവങ്ങളും യേശുവിന്റെ നാമത്തിൽ, ചില സാഹചര്യങ്ങൾ യേശുവിന്റെ നാമത്തിൽ ഇന്ന് പകൽക്കാലം ഉപവാസത്തോടെ നിൽക്കുമ്പോൾ തന്നെ അടിയനു ദൈവത്തിന്റെ അഭിഷേകം ഞങ്ങളുടെ മേൽ നൽകിയിരിക്കുകയാൽ കർത്താവ് ഞങ്ങൾക്ക് നൽകിയ അധികാര അഭിഷേകം കർത്താവ് ഞങ്ങൾക്ക് നൽകിയിരിക്കുകയാൽ കർത്താവ് ഉപവാസത്തോടെ വന്നിരിക്കുന്ന തന്റെ ജനങ്ങളുടെ മേൽ ദൈവഹിതപ്രകാരമില്ലാത്ത ചില നിമിഷങ്ങൾ, ചില ഹല്ലേലൂയ അസ്വസ്ഥതകൾ അനുഭവിക്കുന്ന സകല മേഖലയ്ക്കകത്ത് ഒരു ദൈവത്തിന്റെ പ്രവൃത്തി യേശുവിന്റെ നാമത്തിൽ സംഭവിക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ അങ്ങനെ തന്നെ സംഭവിക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ ആത്മീക തടസ്സമായി ആത്മീക ഉന്നതിയെ പിടിച്ചു വെക്കുന്ന, ആത്മീകപരമായി സ്തുതിക്കുവാൻ കഴിയാതെ, അന്തസ്സോടെ ദൈവത്തിനെ സ്തുതിക്കുവാൻ കഴിയാതെ, ആത്മാർത്ഥ ദൈവത്തെ സ്തുതിക്കുവാൻ കഴിയാതെ സകല അനുഭവങ്ങളും യേശുവിന്റെ നാമത്തിൽ മാറി ഒരു അത്ഭുതം ഞങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കണം കർത്താവേ. ചില മേഖലയ്ക്ക് ദൈവ സാന്നിധ്യം ഇറങ്ങിക്കൊള്ളട്ടെ യേശുവിന്റെ നാമത്തിൽ. പൗലോസും ശീലാസും ദൈവത്തെ പാടി സ്തുതിച്ചുകൊണ്ടിരുന്നപ്പോൾ, തടവുകാർ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നപ്പോൾ, അന്ന് രാത്രി തന്നെ ഒരു ദൈവത്തിന്റെ മഹത്വം ഇറങ്ങിയതുപോലെ, അല്ലെങ്കിൽ ഒന്നുകൂടെ പറഞ്ഞാൽ സഭ ഒന്നടങ്കമായി പത്രോസിന് വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നപ്പോൾ, ഉപവസിച്ചു കൊണ്ടിരുന്നപ്പോൾ, ഹല്ലേലൂയ, എവിടെയാണോ വിടുതൽ ആവശ്യമായത് അതേ കാരാഗ്രഹത്തിന്റെ ഉള്ളറയിൽ ഇറങ്ങി ദൈവത്തിന്റെ മഹത്വം ഇറങ്ങി. ദൂതൻ ഇറങ്ങിയതുപോലെ ചില മേഖലയ്ക്കകത്ത് യേശുവിന്റെ നാമത്തിൽ ദൂതന്മാർ ഇറങ്ങട്ടെ. ചില വ്യക്തികളുടെ ദൈവ സാന്നിധ്യം അനുഭവിക്കട്ടെ. ചില മൈൻഡുകൾക്കകത്ത് ദൈവ സാന്നിധ്യം വെളിപ്പെടട്ടെ. യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ അസ്വസ്ഥമാക്കുന്ന, സകല നിരാശപ്പെടുത്തുന്ന സകല അനുഭവത്തിനകത്ത് യേശുവിന്റെ നാമത്തിൽ ഒരു ദൈവപ്രവൃത്തി വെളിപ്പെടട്ടെ. ഞങ്ങൾ അങ്ങനെ തന്നെ വിശ്വസിക്കുന്നു.
ദൈവജനങ്ങളെ ദൈവസനെ ആരാധിപ്പിക്കാൻ കഴിയാതെ ശത്രുവേ നിനക്കൊരു പോരാട്ടത്തിന് അവകാശമില്ല. അവർ സ്തുതിക്കും ദൈവമക്കളെ ആകയാൽ കർത്താവേ യേശുവിന്റെ നാമത്തിൽ ഒരു ദൈവപ്രവൃത്തി വ്യാപരിക്കട്ടെ. ഹല്ലേലൂയ. ദൈവഹൃദയങ്ങളെ ദൈവത്തോട് ജീവിക്കുന്ന തന്റെ മക്കളെ ദൈവത്തെ ആരാധിപ്പിക്കുവാൻ, പൂർണ്ണമായി ആരാധിക്കുവാൻ യേശുവിന്റെ നാമത്തിൽ ഒരു പുറപ്പാട് സംഭവിക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ ഹല്ലേലൂയ. നിന്നെ ഒതുക്കി വെക്കുമെന്ന് പറയുന്ന പല മേഖലയ്ക്കകത്ത് യേശുവിന്റെ നാമത്തിൽ റിലീസ് ഇൻ ദി നെയിം ഓഫ് ജീസസ്. ഹല്ലേലൂയ. ഇവിടെ പറയുന്നു, കയ്യിനോട് പറയുന്നു, വാടിയ മുഖം എന്തിനാണ്? അത് അപകടത്തിലേക്ക് കൊണ്ടുപോയി. തിരിഞ്ഞു വരുവാൻ കർത്താവ് നമുക്ക് ഇവിടെ പറയുന്നു, വാടിയ മുഖം കാണിക്കരുത്. അടുത്ത വാക്യം എന്താണ്? വാടിയ മുഖം അവർക്ക് പ്രതിഫലം കിട്ടിപ്പോയെന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. നീയോ ഉപവസിക്കുമ്പോൾ നിന്റെ ഉപവാസം മനുഷ്യർക്കല്ല, രഹസ്യത്തിലുള്ള നിന്റെ പിതാവിനെ വിളങ്ങേണ്ടതിന് തലയിൽ എണ്ണ തേച്ച് മുഖം കഴുകുക. രഹസ്യത്തിൽ കാണുന്ന നിന്റെ പിതാവ് നിനക്ക് പ്രതിഫലം നൽകും. വാടിയ മുഖത്തോടെ ഇരുന്നു കൊണ്ട് ഉപവസിക്കുന്നു അല്ല കർത്താവ് നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. ദേശത്തിൽ മറ്റുള്ളവരെ കാണിക്കുവാനല്ല ഉപവസിക്കേണ്ടത്. രഹസ്യത്തിൽ കാണുന്ന പിതാവിന്റെ മുമ്പിൽ ഇഷ്ടത്തോടെ കർത്താവേ ഞാൻ നിന്റെ മകനാണ് മകളാണെന്ന് പറയിപ്പിക്കുന്ന നിലവാരത്തിൽ നമ്മുടെ വാക്കുകൾ, നമ്മുടെ ചിന്തകൾ, നമ്മുടെ രീതികൾ, നമ്മുടെ അനുഭവങ്ങൾ, നമ്മുടെ സ്വഭാവങ്ങൾ, നമ്മുടെ ആരോഗ്യകരമായ ചിട്ടകൾ, നമ്മുടെ കുടുംബത്തിനകത്ത് ചിട്ടകൾ, ഇതൊക്കെ എന്ത് ചെയ്യണം? നാം പാലിക്കണം. ഇതൊക്കെ പാലിച്ചിട്ടുണ്ട് ദൈവസേന ഇരിക്കുവാൻ. സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യണം? ദൈവസേന പറയുകയാണ്, കർത്താവിന് വേണ്ടി വാടിയ മുഖത്തോടെ ഇരിക്കുന്ന തൻ്റെ ജനങ്ങൾ എന്ത് ചെയ്യണം? നാം തിരിച്ചറിയണം. ചിലരൊക്കെ ഞാൻ മനസ്സിലാകുന്നു, പല സഭകളിൽ തന്നെ ചിലരുടെ പ്രവചനങ്ങൾ പലരെയും വാടിപ്പിക്കാറുണ്ട്. പലരുടെയും പ്രസംഗങ്ങൾ പോലും വാടിപ്പിക്കുന്ന അനുഭവങ്ങളുണ്ട്. ചിലരുടെ പ്രസംഗം കഴിയുമ്പോൾ സഭ രണ്ടായി പോകുന്ന എത്രയോ അനുഭവങ്ങളുണ്ട്. ദൈവസഭയ്ക്കകത്ത് ആവശ്യമില്ലാത്ത അല്ലെങ്കിൽ ടെൻഷൻ അടിപ്പിക്കുന്ന എത്രയോ സംഭവം ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ എൻ്റെ സഭയിൽ പറയുന്നു, ഞാൻ ദയവായിട്ട് എൻ്റെ സഭയുടെ വിശ്വാസത്തിൽ മനസ്സിലാകാൻ കൂടെ പറയുന്നതാണ്. ഞാൻ നിങ്ങൾക്കറിയുന്ന ദൈവദാസന്മാരായാൽ പോലും ഞാൻ അവരോട് ചോദിച്ച് മനസ്സിലാക്കിയിട്ട് ശുശ്രൂഷയ്ക്ക് അവസരം കൊടുക്കത്തുള്ളൂ. ഒരു പൊതുവെയുള്ള ദൈവദാസനോട് വന്നാൽ ഞാൻ സാക്ഷ്യം പറയാനല്ലാതെ അവസരം കൊടുക്കത്തില്ല. കാരണം കർത്താവ് നിയോഗിക്കാത്ത കാര്യങ്ങൾ ഞാൻ ഇടപെടാൻ വേണ്ടി പോകത്തില്ല. ദൈവസഭ എന്തുകൊണ്ടാണ് ഞാൻ പറയുന്നത്? കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവസഭയെ വാടിയ മുഖത്തോടെ ആക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. ദൈവം എനിക്കൊന്നൊരു കാഴ്ചപ്പാട്, ആ കാഴ്ചപ്പാടിന് വിരുദ്ധമായ ഒരൊറ്റ പ്രസംഗങ്ങൾ ഞാൻ അനുവദിക്കത്തില്ല. ഒറ്റ കാര്യങ്ങൾ സഭയ്ക്കകത്ത് അനുവദിക്കുവാൻ ദൈവം എനിക്ക് അങ്ങനെ അനുവദിച്ച് തന്നിട്ടില്ല. ദൈവസഭയിൽ ദൈവദാസന്മാർ ഘനശാലികളായിരിക്കണം. അതുകൊണ്ട് തന്നെ പറയുന്നു, ആരെങ്കിലും ദൈവദാസനെ അറിയാമെന്ന് പറഞ്ഞ് ദയവായി കൊണ്ടുവരരുത്. ഞാനിവിടെ പ്രസംഗിക്കത്തില്ല, അവസരം കൊടുക്കത്തുമില്ല. 5 മിനിറ്റ് കൊടുക്കും സാക്ഷ്യം പറയുവാൻ. അതുപോലെ സാക്ഷ്യത്തിനിടയിൽ പോലും ദൈവനാമത്തിന് ഹിതമല്ലാത്തൊരു കാര്യം പറഞ്ഞാൽ നിർത്തിപ്പിക്കും. അതിനുള്ള അവകാശം കർത്താവ് നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് ഞാനിതെല്ലാം പറയുന്നതിന് കാരണം, പക്ഷേ നാളെ ഒരു സമയത്ത് എനിക്കറിയാം ദൈവദാസൻ എന്ന് പറഞ്ഞാൽ അങ്ങോട്ടൊന്നും ഞാൻ പ്രസംഗിപ്പിക്കത്തില്ല. ആ കാഴ്ചപ്പാട് ഞാൻ പറയും. ഞങ്ങളുടെ സഭയുടെ കാഴ്ചപ്പാട് എന്താന്ന് പറയും. സ്തുതിക്കുന്ന ഒരു കൂട്ടം ജനമാണ്, വെറുതെ നിൽക്കുന്ന ദൈവജനമല്ല, ചുമ്മാ നിൽക്കുന്ന വെറുതെ ജനമല്ല. ഈ കാലയളവിൽ ദൈവത്തെ സ്തുതിക്കുന്ന ദൈവജനമാണ്. അവർക്ക് വേണ്ടിയുള്ള ദൂതുകൾ എന്താ? ദൈവത്തെ സ്തുതിക്കുക, ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന ആരാധന അനുഭവങ്ങൾ, ദൂതുകൾ പറയണം. അങ്ങനെയുള്ള പ്രവചനങ്ങൾ മതി. സ്തോത്രം. ആവശ്യത്തിനധികമുള്ള പ്രവചനങ്ങൾ ദൈവവചനത്തിനകത്തുണ്ട്. പ്രവാചകന്മാരെ ഞാൻ വളരെയധികം ബഹുമാനിക്കുന്നുണ്ട്. പക്ഷേ ഞാൻ പറയുന്നത്, ഞങ്ങളുടെ സഭയ്ക്കകത്ത് ദൈവഹിതപ്രകാരമുള്ള ദൈവദാസന്മാർ കടന്നു വരട്ടെ. ഹല്ലേലൂയ. വ്യക്തിപരമായ ജീവിതം എങ്ങനെ അവരെ തിരിച്ചറിയാം? ഫലം കൊണ്ട് തിരിച്ചറിയാം. വ്യക്തിപരമായ ജീവിതത്തിൽ ഫലമില്ലാതെ ദൈവഹിതമില്ലാത്ത ചിന്തകളിലേക്ക് പോകുന്ന വ്യക്തികളെ കണ്ട് നമുക്ക് അങ്ങനെ ഒരു രീതിയിലേക്ക് പോകണ്ട. ഞാനിതിടയിൽ കൂടെ പറഞ്ഞതേ ഉള്ളൂ. ഞാൻ പറഞ്ഞൊരു കാര്യം, നമ്മെ വാടിയ മുഖം ആക്കുന്ന ഒരനുഭവം നമ്മുടെ ഇടയിൽ കൊണ്ടുവരും. ഞാനിത് എൻ്റെ സഭയിൽ മാത്രമല്ല, നിങ്ങളുടെ കുടുംബത്തിലും അങ്ങനെയായിരിക്കണം. നിങ്ങൾ എല്ലാ വ്യക്തികളെയും വീട്ടിൽ വിളിച്ച് കയറ്റരുത്. എല്ലാവർക്കും ആഹാരം കൊടുക്കരുത്. എല്ലാവർക്കും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു അനുഭവമുണ്ട്. ആഹാരം കൊടുക്കാം, ഭക്ഷണമില്ല ആഹാരം കൊടുക്കാം, വീട്ടിന്റെ പുറത്ത് വെച്ചായിരിക്കണം. എന്തുകൊണ്ടാ? ഈ കാലം വല്ലാത്തൊരു കാലഘട്ടമാണ്. നമ്മെ ഏത് രീതി തകർക്കുവാൻ വരും നമുക്ക് മനസ്സിലാകുന്നില്ല. നമ്മുടെ ഭവനത്തിനകത്ത്, നമ്മുടെ കുടുംബത്തിനകത്ത് ദൈവഹിതമില്ലാത്തൊരൊറ്റ വ്യക്തികൾ കുടുംബത്തിനകത്ത് കയറ്റരുത്. ഇന്ന് നിങ്ങൾക്ക് സുഖമെന്ന് തോന്നുന്ന പല അനുഭവങ്ങളും നാളെ നിങ്ങൾക്ക് പരിതാപകത്തിലേക്ക് കൊണ്ടുവരും. നിങ്ങളുടെ പല രഹസ്യങ്ങൾ കണ്ടു മനസ്സിലാക്കി അത് നിന്നെ പരസ്യക്കോലമാക്കുന്ന നാളുകൾ അതിവിദൂരമല്ല. മനസ്സിലാക്കണം. നമ്മുടെ കുഞ്ഞുങ്ങളെ പോലും ലക്ഷ്യമിട്ട് കുടുംബത്തിനകത്ത് കയറുന്ന വ്യക്തികളെ നാം തിരിച്ചറിയണം. എല്ലാം വെളുത്തിരിക്കുന്ന പാലാൻ ചിന്തിക്കരുത്. ദൈവ കുടുംബത്തിനകത്ത് ദൈവം നമ്മെ ഏൽപ്പിച്ച കുടുംബം, ഭാര്യ, ഭർത്താവ്, നമ്മുടെ മാതാപിതാക്കൾ, നമ്മുടെ കുഞ്ഞുങ്ങൾ, അതിനപ്പുറം ഏത് വ്യക്തി വരണം വരണ്ട എന്ന് നമുക്കുള്ളിൽ നല്ലൊരു തീരുമാനം ഉണ്ടായിരിക്കണം. സ്തോത്രം, 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 സ്തോത്രം. ഹല്ലേലൂയ. ഞാൻ പറഞ്ഞത്, കുടുംബത്തിനകത്ത് പലരുടെ വാടിയ മുഖത്തിന് കാരണം പല സുഹൃത്തുക്കളാണ്.
ദൈവഹിതമില്ലാത്ത സുഹൃത്തുക്കൾ കുടുംബത്തിനകത്ത് കയറ്റരുത്. അതിന് നിങ്ങൾ എവിടെയാണോ സുഹൃത്തുക്കളാകുന്ന അവിടെ നിർത്തിക്കൊള്ളണം. ചിലതിനെ നിങ്ങളത് മനസ്സിലാക്കണം. ഞാൻ പലപ്പോഴും ചില നമ്മൾ അറിയുന്ന ആൾക്കാർ പറഞ്ഞിട്ടോ, ദയവായി ഒരു 3 മാസത്തിന് ശേഷമല്ല നിങ്ങൾ സുഹൃത്തുക്കളെ തീരുമാനിക്കരുത്. നമ്മുടെ സഭയിലുള്ള സഹോദരിയോടൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, എല്ലാവരുടെയും പറഞ്ഞിട്ടുണ്ട്. കാരണം ആരാണ് സുഹൃത്തെന്ന് ജീവിതം കൊണ്ട് മനസ്സിലാക്കാം. നമുക്കിപ്പോൾ 1 വർഷം കഴിയുമ്പോൾ അല്ലെങ്കിൽ 2 വർഷം കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാകും ആരാ നമ്മുടെ ഏറ്റവും നല്ല സുഹൃത്തുക്കൾ. അവരെ നമ്മൾ മനസ്സിലാക്കാം, അവരോട് നാം ചേർന്നിരിക്കാം, അവരെ നാം സഹകരിക്കാം, അവരോടൊപ്പം നമ്മൾ ചേർത്താം. പക്ഷെ എന്നാലും ഞാൻ പറയുന്നു, നമ്മുടെ രഹസ്യ സ്വഭാവങ്ങൾ, രഹസ്യ കാര്യങ്ങൾ ഷെയർ ചെയ്യരുത്. ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങളെ വാടിയ മുഖത്തേക്ക് ആക്കുന്ന ഒരു അനുഭവമായി ഈ ഉപവാസ പ്രാർത്ഥന പറഞ്ഞ കർത്താവേ, ദൈവഹിതമില്ലാത്ത ഒരു അനുഭവത്തിലേക്ക് എന്നെ നയിക്കരുതേ. നമ്മുടെ ഓരോ നിമിഷവും പ്രാർത്ഥിക്കണപ്പാ, ദൈവഹിതമില്ലാത്തൊരു വാടിയ മുഖം എന്നിലൂടെ കടത്തിവിടുന്ന അനുഭവം വരരുതേ. ഞാൻ ഒന്നുകൂടെ പറയാം, നാം എല്ലാവർക്കും നാം സഹായിക്കരുത്. ചിലർ നാം സഹായിക്കുന്ന സഹായങ്ങൾ കൊണ്ട് തന്നെ പലരും നിരാശരി എത്രയോ കുടുംബങ്ങളുണ്ട്. ഇത് വിശ്വസിക്കാൻ പറ്റുമോ? ഇതൊന്നും പറയാൻ വിശ്വസിക്കാൻ പറ്റാത്ത കാര്യങ്ങൾ. എല്ലാവർക്കും കയറി സഹായിക്കരുത്, പൊയ്ക്കളരുത്. നമ്മൾ മനസ്സിലാക്കണം ആർക്ക് സഹായിക്കണം. യോഗ്യരാണെങ്കിൽ ദൈവത്തോട് ആലോചിച്ച് കൃത്യമായി അവർക്ക് നൽകണം. ഞാൻ പറഞ്ഞൊരു കാര്യമെന്ന് പറയുന്നത്, വാടിയ മുഖത്തിന് കാരണമായി തീരരുത്. ജീവിതത്തിനകത്ത് നിന്ന് പകൽക്കാലം അങ്ങനെ ദൈവസന്നിധിയിൽ ആയിരിക്കും ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നു. ഇവിടെ പറയുന്നു, അടുത്ത ഭാഗം എന്താണ് പറയുന്നത്? അല്ലയോ സ്തോത്രല്യ, അവിടെ അല്ലയോ സ്തോത്രം, നീ ഉപവസിക്കുമ്പോൾ നിന്റെ ഉപവാസം കാണുന്നൊരു സ്വർഗത്തിൽ ദൈവമുണ്ട്. ആ ദൈവസന്നിധിയിൽ രഹസ്യത്തോടെ നിന്ന് എന്ത് ചെയ്യണം? ദൈവത്തോട് നിലവിളിക്കണം. ഒരു വാക്യം കൂടെ നമുക്ക് വായിക്കാം. എന്തല്ല എന്ന് ഒരു വാക്യം കൂടെ നമുക്ക്. യെശയ്യാവിന്റെ പ്രവചനം 58-ാം അധ്യായം 4-ാം വാക്യം. നിങ്ങൾ വിവാദത്തിനും കലഹത്തിനും ക്രൂരമുഷ്ടി കൊണ്ട് അടിക്കേണ്ടതിനും നോമ്പ് നോൽക്കുന്നു. ഇവിടെ ശ്രദ്ധയോടെ കേൾക്കണം. യഹൂദന്മാരെ പറ്റി ദൈവത്തിന്റെ ആത്മാവിൽ, പ്രവചനാത്മാവിൽ എന്ന് പറയുകയാണ്. എന്താണ് പറയുന്നത്? നിങ്ങൾ കലഹത്തിനു വേണ്ടി എന്ന് പറഞ്ഞ ശണ്ടയുണ്ടാക്കുവാൻ വേണ്ടി, പരസ്പരം സംസാരിക്കുന്ന അല്ലയോ സ്തോത്രം, പരസ്പര സംസാരത്തിന് ആക്കം കൂട്ടുവാൻ വേണ്ടി അവർ ഉപവസിക്കുകയാണ്. കാരണം അവർ സ്വയമായി വിചാരിക്കുന്നത് ഞാൻ ഉപവസിക്കുന്നത് നന്മയ്ക്ക് വേണ്ടിയാണെന്ന്. അല്ല, ഇവിടെ പറയുകയാണ്, നിങ്ങൾ ഈ ഉപവാസ മുഖാന്തരം കലഹമുണ്ടാകുമെങ്കിൽ, ശണ്ടയുണ്ടാകുമെങ്കിൽ, അതിന്റെ അർത്ഥം എന്താ? നിങ്ങളുടെ ഉപവാസം ഒരു വ്യക്തിയെ കേന്ദ്രീകരിച്ചാണെങ്കിൽ നമ്മുടെ മനസ്സിനകത്ത് ശണ്ട കൂടും, മനസ്സിനകത്ത് പക കൂടും, നമ്മെ എതിർക്കുന്ന പലരും ഉണ്ടായിരിക്കാം. ആ സാഹചര്യം നാം മനസ്സിലാക്കണം. ആ സാഹചര്യം മാത്രം നമുക്ക് മനസ്സിലാക്കാൻ സഹായിക്കട്ടെ. വ്യക്തികൾ നമ്മുടെ മുമ്പിൽ വേണ്ട. അങ്ങനെ വ്യക്തികൾ ഉള്ളിൽ കയറുന്നുവെങ്കിൽ ഇവിടെ പറയുന്നു പക, ശണ്ടയുടെ അങ്ങനെ അനുഭവത്തിലാണെങ്കിൽ നിങ്ങൾ അങ്ങനെ ഉപവസിക്കരുതേ. വ്യക്തിപരമായ ചില വ്യക്തികൾക്ക് വേണ്ടി ചിലർ ഉപവസിക്കാറുണ്ട്. ഇന്ന വ്യക്തി എനിക്കെതിരായി നിൽക്കുന്നു, കർത്താവേ അവനെ ഒതുക്കണമേ, ഒതുക്കണമേ. ഞാൻ പറയുന്നു, നിന്നിൽ വ്യാപരിക്കുന്ന പൈശാചികമാണ്. കർത്താവ് ഒരു മനുഷ്യനെയും തകർക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. അവര് നമ്മളോടുള്ള ബന്ധത്തിൽ നല്ല നടത്തിപ്പ്, നല്ല മനസ്സോടുകൂടെ നമ്മെ സ്വസ്ഥമായി നിൽക്കുവാൻ ദൈവം ഭാഗ്യം നൽകും. അത് മാത്രമേ നമ്മുടെ സാഹചര്യത്തിനകം ദൈവപ്രവൃത്തി വെളിപ്പെടണം. അപ്പോൾ ഉപവാസ പ്രാർത്ഥന വരുമ്പോൾ എന്തൊക്കെയാകരുത്? കലഹത്തിനും നിങ്ങൾ വിവാദത്തിനും കലഹത്തിനും കലഹത്തിന് എന്ന് പറഞ്ഞാൽ വിവാദപരമായ വിഷയങ്ങൾ ഉപവാസ പ്രാർത്ഥനയ്ക്കകത്ത് കടത്തിവിടരുത്. വ്യക്തിപരമായ വിഷയങ്ങൾ നമ്മുടെ ഉപവാസ പ്രാർത്ഥനയിൽ കടന്നു വരരുത്. കലഹത്തിന്റെ ആത്മാവ് വ്യാപരിക്കുന്ന വ്യക്തികളുടെ വിഷയങ്ങൾ നമ്മൾ ഉപവസിക്കരുത്. അവരെ തകർക്കുവാൻ ഉപവസിക്കരുത്, അവരെ ഒതുക്കുവാൻ ഉപവസിക്കരുത്. ദൈവമേ അവരെ കാണണമെന്ന് പറയരുത്. നമുക്ക് പ്രാർത്ഥിക്കാൻ, കർത്താവേ എന്നെ സ്വസ്ഥമാക്കണമേ. ഒരു വ്യക്തിയോട് എനിക്ക് പിണക്കമില്ല, ഒരു വ്യക്തിയോട് പിണക്കം വരാൻ അനുവദിക്കരുതേ. ഈ ഒരു മാസം കഴിയുമ്പോൾ കർത്താവേ, വ്യക്തിപരമായി നമ്മെ വിവാദമാക്കുന്ന, ശണ്ടയുണ്ടാക്കുവാൻ ആഗ്രഹിക്കുന്ന ശത്രുവിന്റെ ചില പദ്ധതികൾ യേശുവിന്റെ നാമത്തിൽ അഴിയട്ടെ. ഒരു ദൈവദാസ നിലവാരത്തിൽ അപ്പാ തന്റെ വിശ്വാസികൾ കർത്താവേ ഞങ്ങളോട് അപേക്ഷിക്കുമ്പോൾ തന്നെ ഒരു ദൈവത്തിന്റെ മഹത്വം കർത്താവേ സ്തുതിക്കുന്ന ദൈവത്തിന്റെ മക്കൾക്ക് വേണ്ടി കർത്താവേ ഈ ദിവസങ്ങൾ വെളിപ്പെടണമേ. റിലീസ് ഇൻ ദ നെയിം ഓഫ് ജീസസ്. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ. ഇവിടെ പറയുന്നു കലഹമുണ്ടാക്കുന്ന, ശണ്ടയുണ്ടാക്കുന്ന, വിവാദങ്ങൾ ഉണ്ടാക്കുന്ന. അടുത്ത വാക്യം, നിങ്ങൾ വിവാദത്തിനും കലഹത്തിനും ക്രൂരമുഷ്ടി കൊണ്ട് അടിക്കേണ്ടതിന് നോമ്പ് നോൽക്കുന്നു. അപ്പോൾ അങ്ങനെ നോക്കുന്നവരുടെ ഉപവാസം ദൈവം എന്ത് ചെയ്യുന്നില്ല? പ്രസാദിക്കുന്നില്ല.
നിങ്ങൾ ഉപവസിക്കുമ്പോൾ ഈ വചനം കേൾക്കുന്ന ആരെങ്കിലും നിങ്ങളുടെ ഉപവാസ പ്രാർത്ഥനയ്ക്കകത്ത് നമുക്ക് വിരുദ്ധമായി നിൽക്കുന്ന ഏതെങ്കിലും വ്യക്തികൾ നിങ്ങളുടെ മനസ്സിനകത്ത് കടന്നു വന്നാൽ നിങ്ങളുടെ ഉപവാസം ദൈവം പ്രസാദിക്കുന്നില്ല. നിന്നെ പിന്നെയും പാപിയാക്കും, നിന്നെയും പകയുള്ളവനാക്കും, ഷണ്ടയുള്ളവനാക്കും. നിന്റെ ജീവിതത്തിൽ പിന്നെയും അവർ ശത്രുക്കളായി തുടരും. ദൈവാത്മാ പറയുന്നു, യേശുവിന്റെ നാമത്തിൽ റിലീസ്. നമ്മുടെ മൈൻഡ് റിലീസ് ആവട്ടെ, നമ്മുടെ ജോലിസ്ഥലം യേശുവിന്റെ നാമത്തിൽ റിലീസ് ആവട്ടെ. ഉപവാസത്തോടെ ഇരിക്കുന്ന നമ്മുടെ ജീവിത സാഹചര്യം നമ്മുടെ കുടുംബത്തിനകത്ത് റിലീസ് ആവട്ടെ യേശുവിന്റെ നാമത്തിൽ. നമ്മുടെ കുടുംബങ്ങളിൽ, വ്യക്തിപരമായ കുടുംബങ്ങളിൽ, അല്ല കുഞ്ഞുങ്ങളുടെ കുടുംബങ്ങളിൽ ശണ്ടയുണ്ടാക്കുന്ന, പകയുണ്ടാക്കുന്ന, വിവാദങ്ങൾ ഉണ്ടാക്കുന്ന സകല മേഖലയ്ക്കൊക്കെ ദൈവപ്രവൃത്തി യേശുവിന്റെ നാമത്തിൽ സംഭവിക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ ദൈവത്തിന്റെ വലിയ പ്രവൃത്തികൾ ഈ ദിവസങ്ങൾ വെളിപ്പെടും. വിശ്വസിക്കാൻ തയ്യാറാകണം. അപ്പോൾ എന്തല്ല, അപ്പോൾ അത് എന്താണെന്നുള്ളത് 5-ാമത്തെ വാക്യം പറയുന്നു. എന്ത് അല്ല നമ്മൾ പഠിച്ചു. അതിന്റെ 5-ാമത്തെ വാക്യം വരുമ്പോൾ എന്താണ് ഉപവാസം എന്ന് കാണാൻ സാധിക്കും. എനിക്കിഷ്ടമുള്ള നോമ്പും മനുഷ്യൻ ആത്മതപനം ചെയ്യുന്ന ദിവസവും ഇങ്ങനെയുള്ളതോ? തലയെ വേഴത്തെ പോലെ കുനിയിക്കുക, രട്ടും വെണ്ണീരും വിരിച്ചു കിടക്കുക. ഒന്നാമത്തെ കാര്യം ദൈവസന്നിധി നാം താഴണം. രണ്ടാമത്തെ കാര്യം എന്താണ്? നമ്മൾ ദൈവസന്നിധിയിൽ രട്ടും വെണ്ണീറും എന്ന് പറഞ്ഞാൽ ജീവിത സുഖ സൗകര്യങ്ങളെല്ലാം മാറ്റി ദൈവസന്നിധിയിൽ ഇരിക്കുവാൻ നാം തയ്യാറാകണം. അടുത്ത വാക്യം, ഇതിനോ നീ നോമ്പെന്നും യഹോവയ്ക്ക് പ്രസാദമുള്ള ദിവസമെന്നും പേർ പറയുന്നത് അന്യായ ബന്ധനങ്ങളെ അഴിക്കുക. അതിനങ്ങനെ നിന്ന് കഴിഞ്ഞാൽ, അങ്ങനെ ദൈവസന്നിധി പ്രസാദമുള്ള ഹൃദയം നമ്മുടെ ജീവിതത്തിൽ വന്നാൽ നമുക്ക് വിരുദ്ധമായ ചില ബന്ധനങ്ങൾ, അന്യായമായിട്ടുള്ള ചില നുകത്തിന്റെ അമ്മിക്കയറുകൾ യേശുവിന്റെ നാമത്തിൽ തകരും. നമ്മെ ആത്മീകത്തിൽ അറുത്ത് നിർത്തത്തില്ല എന്ന് വെല്ലുവിളിക്കുന്ന ഒരു ദിവസം രാവിലെ എഴുന്നേൽക്കുമ്പോൾ ദൈവത്തോട് പറഞ്ഞ, കർത്താവേ, എന്നെ ആത്മീകത്തിൽ നിലനിർത്താത്ത എന്റെ സ്വഭാവത്തിനകത്ത് കടത്തിവിടുന്ന, എന്റെ ചിന്തയ്ക്കകത്ത് കടത്തിവിടുന്ന, ചില മേഖലക്കകത്ത് വെളിപ്പെടുന്ന ചില നുകത്തിന്റെ അമ്മിക്കയറുകൾ യേശുവിന്റെ നാമത്തിൽ തകരട്ടെ എന്ന് പ്രാർത്ഥിച്ചിട്ട് കയറിപ്പോകണം. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ. അങ്ങനെ ഉപവാസത്തോടെ ദൈവജനങ്ങളുടെ അകത്ത് ദൈവാത്മാ പറയുന്നു, നിശ്ചയമായി നുകത്തിന്റെ അമ്മിക്കയറുകൾ യേശുവിന്റെ നാമത്തിൽ തകരട്ടെ. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ. ചില നുകം പോലെ പിടിച്ചു വയ്ക്കുന്നത് പോലെ മുമ്പോട്ട് പോകുവാൻ കഴിയാതെ, ഒന്ന് ജോലിക്ക് സന്തോഷത്തോടെ കടന്നു പോകാൻ കഴിയാതെ, മൈൻഡിനെ ഡിസ്റ്റർബ് ചെയ്യുന്ന, മൈൻഡിനെ ഒതുക്കി തീർക്കുന്ന ചില മണ്ഡലങ്ങൾ യേശുവിന്റെ നാമത്തിൽ തകരട്ടെ. യേശുവിന്റെ നാമത്തിൽ. ഇവിടെ ദൈവവചനം പറയുമ്പോൾ തന്നെ സ്തുതിക്കുന്ന ഒരു കൂട്ടം ജനമാകയാൽ നിശ്ചയമായി ഞാൻ പറയുന്നു, ഒരു ദൈവ മഹത്വത്തോടെ വെളിപ്പെടട്ടെ. നിങ്ങളുടെ സ്തുതിയുടെ ആക്കം കൂടട്ടെ. നിങ്ങൾ യാത്ര ചെയ്യുമ്പോൾ സ്തുതിക്കട്ടെ. നിങ്ങൾ എഴുന്നേൽക്കുമ്പോൾ ദൈവത്തെ സ്തുതിക്കട്ടെ. ആത്മാവിൽ നൃത്തം ചെയ്ത് ദൈവത്തെ ആരാധിക്കട്ടെ. ദൈവത്തിന്റെ ആത്മാവ് പറയും, നുകത്തിന്റെ അമ്മിക്കയറുകൾ യേശുവിന്റെ നാമത്തിൽ തകരും. ഒന്നാമത് എന്താ പറയും? നുകത്തിന്റെ അന്യായ ബന്ധനങ്ങളെ അഴിക്കുക, നുകത്തിന്റെ അമ്മിക്കയറുകളെ അഴിക്കുക. ഒന്ന്, അന്യായ ബന്ധനങ്ങൾ എന്ന് പറഞ്ഞാൽ നാം അർഹതയില്ലാത്ത ചില ബന്ധനങ്ങൾ നമ്മെ ബന്ധിക്കുക, നമ്മെ ഒതുക്കുക, മൈൻഡിനെ ഒതുക്കുക, നമ്മുടെ മൈൻഡിനെ ഡിസ്റ്റർബ് ചെയ്യുക. നമ്മെ ഒതുക്കുകയാണ്. നാം ഒതുങ്ങി നിൽക്കേണ്ടവരല്ല. നമ്മുടെ മനസ്സ് ആവശ്യമില്ലാത്ത എവിടെയൊക്കെ നമ്മൾ ഒതുക്കുന്ന അനുഭവങ്ങൾ ദൈവാത്മാ ഉപവാസത്തോടെ യേശുവിന്റെ നാമത്തിൽ ആ ബന്ധനങ്ങൾ അഴിയട്ടെ. രണ്ടാമത്തെ ഭാഗം എന്താ പറയുന്നത്? നുകത്തിന്റെ അമ്മിക്കയറുകളെ അഴിക്കുക. നുകത്തിന്റെ അമ്മിക്കയറുകൾ എന്ന് പറഞ്ഞാൽ കെട്ടിവച്ചിരിക്കുന്ന ചില മേഖലകളുണ്ട്. ചില കയറുകൾ വെച്ച് കെട്ടിവച്ചിട്ട് എവിടെയെങ്കിലും കുറ്റി വെച്ച് അടിക്കും. ഈ കുറ്റി വെച്ച് അടിക്കുന്ന എന്നാന്നറിയാം? ഓരോ ദിവസവും ഓരോ അടിയും അതിനെ മുറുക്കും. ഇന്ന് കഴിഞ്ഞ നാളെ ഞാൻ സ്വസ്ഥമാകും വിചാരിക്കും. അവിടെ കയറുമ്പോൾ അവിടെയും പിന്നെയും ഒരടി, അവിടെ അടിച്ചൊതുക്കുക. സ്വസ്ഥമാകാത്ത അനുഭവം. അമ്മിക്കയറുകൾ, നുകത്തിന്റെ അമ്മിക്കയറുകൾ. ആത്മീകത്തിൽ മുൻപോട്ട് പോകുക, ആത്മാർത്ഥമായി സ്തുതിക്കുവാൻ കഴിയാതെ, ആത്മാർത്ഥമായി ഹൃദയംഗമായി പക നഷ്ടപ്പെടുത്തുന്ന, പകയുടെ അല്ലെങ്കിൽ ആത്മാവിനെ പിന്നെ ഉള്ളിലേക്ക് നയിപ്പിക്കുന്ന ചില നുകത്തിന്റെ, ചില അമ്മിക്കയറുകളുടെ ചില കെട്ടുപാടുകൾ ഓരോ ദിവസവും നിന്നെ മുറുക്കുമ്പോൾ ദൈവാത്മാ പറയുന്നു, ദൈവ സാന്നിധ്യം ഇറങ്ങും അവിടെ. നുകത്തിന്റെ അമ്മിക്കയറുകൾ പൊട്ടുവാനിടയായിത്തീരും. അടുത്ത്, നുകത്തിന്റെ അമ്മിക്കയറുകളെ അഴിക്കുക, പീഡിതരെ സ്വതന്ത്രരായി വിട്ടയക്കുക, എല്ലാ നുകത്തെയും തകർക്കുക. പീഡിതരെന്ന് പറഞ്ഞാൽ മനസ്സിലായോ? പീഡിതർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സേവകാത്മാക്കൾ പോലെ, ഒന്നുകൂടെ പറഞ്ഞാൽ ഒരു അടിമയെ പോലെ ആക്കുന്ന അനുഭവങ്ങൾ. ചിലർക്കൊക്കെ ധാരണയുണ്ട്,
ചില പൊസിഷൻ വരുമ്പോൾ ചിലരെ മറ്റുള്ളവരെ അടിമകളെ പോലെ കാണുന്ന അനുഭവങ്ങൾ. ദൈവാത്മ പറയുന്നു, ദൈവജനം അങ്ങനെ ആകരുത്. നമ്മൾ എല്ലാവരും കീഴ്പ്പെട്ടു നിൽക്കണം. നാം നിൽക്കുന്ന കോളേജുകളിൽ, സ്കൂളുകളിൽ, ജോലി സ്ഥലങ്ങളിൽ നാം കീഴ്പ്പെട്ടു നിൽക്കണം. പക്ഷേ അതിനപ്പുറമായി പുറപ്പെടുന്ന ചില അല്ലെങ്കിൽ അടിമത്തം പോലെ ആക്കി വെക്കുന്ന, അടിമകളെ പോലെ കണ്ടുകൊണ്ട് നിൽക്കുന്ന ചില അന്ധകാര വ്യാപാര മണ്ഡലങ്ങൾ, നമ്മെ സ്തുതിപ്പിക്കുവാൻ കഴിയാതെ, ആരാധിപ്പിക്കുവാൻ കഴിയാതെ, അങ്ങനെയുള്ള ചില അനുഭവങ്ങൾ നിങ്ങളുടെ ഏതെങ്കിലും സാഹചര്യം അനുഭവിക്കുന്നുവെങ്കിൽ, കുടുംബങ്ങളുടെ ബന്ധത്തിൽ അഭിമുഖീകരിക്കുന്നുവെങ്കിൽ, ജീവിത വിഷയങ്ങൾ അഭിമുഖീകരിക്കുന്നുവെങ്കിൽ, നിങ്ങളുടെ ജോലി സ്ഥലങ്ങൾ അഭിമുഖീകരിക്കുന്നെങ്കിൽ, ദൈവാത്മാവ് പറയുന്നു, നിന്നെ സ്വതന്ത്രമാക്കുന്ന യഹോവയത്രേ. യേശുവിന്റെ നാമത്തിൽ സ്വതന്ത്രമാകട്ടെ. യേശുവിന്റെ നാമത്തിൽ ഒരു ദൈവത്തിന്റെ മഹത്വം ചില വിഷയങ്ങൾക്കകത്ത് ഇറങ്ങട്ടെ. യേശുവിന്റെ നാമത്തിൽ നമ്മെ അടിമത്തമാക്കുവാൻ ശത്രുവെ നിനക്ക് അധികാരമില്ല. ഒരു വ്യക്തികളെ ഉപയോഗിക്കാൻ പിശാച് നിനക്ക് അധികാരമില്ല. യേശുവിന്റെ നാമത്തിൽ നുകത്തിന്റെ അമ്മിക്കയറുകൾ യേശുവിന്റെ നാമത്തിൽ തകരട്ടെ. ചില പീഡിതർക്ക് അഭയസ്ഥാനമായി പീഡിതരെ വിടുവിക്കുന്നതാണ് ഉപവാസ പ്രാർത്ഥനയാണെങ്കിൽ, ഈ ഉപവാസ പ്രാർത്ഥന കഴിയുമ്പോൾ നമ്മൾ വിശ്വസിക്കുന്ന, കർത്താവേ, എന്നെ പീഡിപ്പിക്കുന്ന, എന്നെ ആവശ്യമില്ലാതെ ഒതുക്കി വെക്കുന്ന, എന്റെ മൈൻഡിനെ പീഡിപ്പിക്കുന്ന, എന്റെ ആത്മീയ കാഴ്ചപ്പാടിനെ പീഡിപ്പിക്കുന്ന ചില അനുഭവത്തിൽ നിശ്ചയമായി ഞാൻ വിടുതൽ പ്രാപിക്കും. അടുത്ത വാക്യം എന്താണ്? പീഡിതർക്ക് അല്ലെങ്കിൽ സ്തോത്രം അവരെ വിടുവിക്കുകയും പീഡിതരെ സ്വതന്ത്രരായി വിട്ടയക്കുക. സ്വാതന്ത്ര്യമാക്കി, സ്വാതന്ത്ര്യം അനുഭവിക്കണം, സ്വാതന്ത്ര്യം അനുഭവിക്കണം. യേശുവിന്റെ നാമത്തിൽ മൈൻഡ് സ്വാതന്ത്ര്യം അനുഭവിക്കട്ടെ. നിങ്ങളായിരിക്കും ചില മേഖലകൾ യേശുവിന്റെ നാമം സ്വാതന്ത്ര്യം അനുഭവിക്കട്ടെ. നിങ്ങളുടെ സ്വാതന്ത്ര്യം നഷ്ടപ്പെടുന്ന സകല അനുഭവം യേശുവിന്റെ നാമത്തിൽ റിലീസ് ഇൻ ദ നെയിം ഓഫ്. ചില രോഗത്തിലിട്ട് കടത്തിവിട്ട് അല്ലിയ സ്വാതന്ത്ര്യം അനുഭവിക്കാൻ കഴിയാതെ, പുറത്തിറങ്ങുവാൻ കഴിയാതെ, ശാരീരികമായി ഒതുക്കി ചില മേഖലകളുണ്ട്. ജോലി സ്ഥലങ്ങളിൽ നമ്മെ ഒതുക്കി വെച്ച് അടിമയെ പോലെ ആക്കുന്ന, നമ്മുടെ മൈൻഡിനെ ഡിസ്റ്റർബ് ചെയ്യുന്ന ചില അടിമത്തങ്ങൾ യേശുവിന്റെ നാമത്തിൽ സ്വാതന്ത്ര്യമാകട്ടെ. ഇൻ ദ നെയിം ഓഫ് ജീസസ്. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ അങ്ങനെ സംഭവിക്കണം. ദൈവസഭയ്ക്ക് വ്യാപരിക്കട്ടെ, ദൈവ സാന്നിധ്യം വെളിപ്പെടട്ടെ, വിടുതൽ വ്യാപരിക്കട്ടെ, ദൈവജനം വിടുതൽ അനുഭവിച്ചുകൊണ്ടായിരിക്കട്ടെ. ഹല്ലേലൂയ. സ്തുതിച്ചുകൊണ്ട് ദൈവസേന ആയിരിക്കട്ടെ. എല്ലാവരും ദൈവസേന സ്തുതിച്ചുകൊണ്ട് ദൈവപ്രവൃത്തി വെളിപ്പെടട്ടെ. ഹല്ലേലൂയ. വ്യക്തികളല്ല വിഷയം. നമ്മുടെ ചിന്തയ്ക്കകത്ത് നമ്മുടെ വ്യാപരിക്കുന്ന, നമ്മെ ഇല്ലാണ്ടാക്കുന്ന, നമ്മെ ഒതുക്കുന്ന ചില മേഖലകൾ യേശുവിന്റെ നാമത്തിൽ അതിൽ ഒന്ന് പുറത്തു വരട്ടെ. ചില വ്യക്തികളെ ഉപയോഗിക്കുന്ന ചില മണ്ഡലങ്ങൾ യേശുവിന്റെ സ്വാതന്ത്ര്യമാകട്ടെ. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ. ഹല്ലേലൂയ. അടുത്ത വാക്യം എന്താണ്? ഇതല്ലയോ എനിക്ക് പീഡിതരെ സ്വതന്ത്രരായി വിട്ടയക്കുക, എല്ലാ നുകത്തെയും തകർക്കുക, എല്ലാ നുകത്തെയും തകർക്കുക. ഇതല്ലയോ എനിക്ക് ഇഷ്ടമുള്ള ഉപവാസം. അപ്പോ കർത്താവിന്റെ ഇഷ്ടപ്രകാരമുള്ള ഉപവാസം മനസ്സിലായല്ലോ. അതാണ് ദൈവസേനയുള്ള ഉപവാസം. ചില അനുഭവങ്ങളൂടെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. ദൈവസേന അങ്ങനെ പ്രാപിച്ച ഒരു അനുഭവം കൂടെ പറഞ്ഞ് പെട്ടെന്ന് ഞാൻ നിർത്തുവാൻ ആഗ്രഹിക്കുന്നു. എസ്തേറിന്റെ പുസ്തകം 4-ാം അധ്യായം 16-ാം വാക്യത്തിലേക്ക് വരാം. എസ്തേറിന്റെ പുസ്തകം 4-ാം അധ്യായം 16-ാം വാക്യം. എന്തുകൊണ്ടാണ് ദൈവജനം സ്തുതിച്ച് മഹത്വപ്പെടുത്തുവാൻ ആരംഭിച്ചത്? എസ്തേറിന്റെ പുസ്തകം 4-ാം അധ്യായം 16-ാം വാക്യം. നീ ചെന്ന് ശൂശനിലുള്ള എല്ലാ യഹൂദന്മാരെയും ഒന്നിച്ചുകൂട്ടി, നിങ്ങൾ 3 ദിവസം രാവും പകലും തിന്നുകയോ കുടിക്കുകയോ ചെയ്യാതെ എനിക്ക് വേണ്ടി ഉപവസിപ്പീൻ. അപ്പോൾ ഒന്നുകൂടെ വായിക്കാം. നീ ചെന്ന് ആരോട് പറഞ്ഞതാണ്? അതിന് എസ്തേർ മൊർദെഖായിയോട് പറയുന്ന ഒരു ഭാഗമാണ്. മറുപടി പറവാൻ കൽപ്പിച്ചത്, നീ ചെന്ന് ശൂശനിലുള്ള എല്ലാ യഹൂദന്മാരെയും ഒന്നിച്ചുകൂട്ടി, നിങ്ങൾ 3 ദിവസം രാവും പകലും തിന്നുകയോ കുടിക്കുകയോ ചെയ്യാതെ എനിക്ക് വേണ്ടി ഉപവസിപ്പീൻ. ഈ ഉപവാസത്തിന് കാരണം എന്താണെന്നറിയാമോ? നമുക്ക് വായിക്കാം. 3-ാം അധ്യായത്തിലേക്ക് വരാം. 3-ാം അധ്യായം 15-ാം വാക്യം വായിച്ചേ. അഞ്ചൽക്കാർ രാജകൽപ്പന പ്രമാണിച്ച് ക്ഷണത്തിൽ പുറപ്പെട്ടു പോയി. ദൈവത്തിന് ഹിതമല്ലാതെ ദൈവജനങ്ങൾക്ക് എതിരായിട്ടുള്ള രാജകൽപ്പന വന്നിരിക്കുന്നു. അടുത്ത വാക്യം. ശൂശൻ രാജധാനിയിലും ആ തീർപ്പ് പരസ്യം ചെയ്തു. ആ പരസ്യമായിട്ടുള്ള ദൈവത്തിന് വിരുദ്ധമായിട്ടുള്ള ഒരു വിധി. അടുത്ത വാക്യം. രാജാവും ഹാമാനും കുടിപ്പാനിരുന്നു. അത് മുഖാന്തരം സംഭവിച്ച കാര്യങ്ങൾ. അടുത്ത വാക്യം. ശൂശൻ പട്ടണമോ കലങ്ങിപ്പോയി. വളരെ ഇമ്പോർട്ടൻസ്. ശൂശൻ പട്ടണമോ കലങ്ങിപ്പോയി. യേശുവിന്റെ നാമത്തിൽ ഹല്ലേലൂയ. ചില കലക്കങ്ങൾ സംഭവിച്ചു. പൈശാചികന്റെ ചില പദ്ധതിയാ. ചില വ്യക്തികൾ ചേർന്ന് ചില വ്യക്തികളുടെ മൈൻഡിനകത്ത് പിശാചി കയറിക്കൂട്ടി കലക്കം സംഭവിച്ചു. ശൂശൻ പട്ടണം മുഴുവൻ കലങ്ങിപ്പോയി. ഇന്ന് പകൽക്കാല കലക്കത്തിന്റെ അനുഭവമാണെങ്കിൽ, മനസ്സിനകത്ത് കലക്കമുണ്ടാക്കുന്ന അനുഭവമാണെങ്കിൽ, ദൈവാത്മാവ് പറയുന്നു അവിടെ അങ്ങനെ പറഞ്ഞപ്പോൾ എസ്തേർ മൊർദെഖായിയോട് പറയണം, നിങ്ങൾ ദൈവസന്നിധിയിൽ ഉപവസിക്കാൻ ആരംഭിക്കുക.
4-ാമത്തെ 1-ാം വാക്യം കൂടെ വായിച്ചേ. സാഹചര്യം പിന്നെയും പറയാം. സംഭവിച്ചതൊക്കെയും അറിഞ്ഞപ്പോൾ മൊർദെഖായി വസ്ത്രം കീറി, അവിടെ മൊർദെഖായി തന്റെ വസ്ത്രം കീറി രട്ടെടുത്തു, വെണ്ണീർ വാരിയിട്ടും കൊണ്ട് പട്ടണത്തിന്റെ നടുവിൽ ചെന്ന് കൈപ്പോടെ അത്യുച്ചത്തിൽ നിലവിളിച്ചു. ജീവിതത്തിൽ കൈപ്പേറിയ അനുഭവം, നല്ല സന്തോഷത്തോടെ കടന്നു പോകേണ്ട ദൈവജനം, സന്തോഷത്തോടെ നടന്നു പോകേണ്ട ദൈവജനം കൈപ്പേറിയ അനുഭവം അനുഭവിക്കുന്നു. ഒരു മധുരിക്കുന്ന അനുഭവം ജീവിതത്തിൽ കടത്തിവിടരുത്. വെല്ലുവിളിക്കുക. കയ്പ് മാത്രം, കുടുംബത്തിനകത്ത് കയ്പ് മാത്രം, ജീവിത സാഹചര്യങ്ങൾ കയ്പുകൾ മാത്രം, മക്കളുടെ ബന്ധത്തിൽ കയ്പുകൾ മാത്രം, നമ്മുടെ ജോലി സ്ഥലങ്ങൾ കയ്പുകൾ മാത്രം. ദൈവാത്മാവ് പറയുന്നു അങ്ങനെ കയ്പേറിയ അനുഭവത്തിനകത്ത് അടുത്ത വാക്യം അത് മാത്രമല്ല, ചെന്ന് കൈപ്പോടെ അത്യുച്ചത്തിൽ നിലവിളിച്ചു. അവൻ രാജാവിന്റെ പടിവാതിലോളവും വന്നു. എന്നാൽ രട്ടെടുത്തും കൊണ്ട് ആർക്കും രാജാവിന്റെ പടിവാതിലിനകത്ത് കടന്നുകൂടായിരുന്നു. അപ്പൊ ഓർക്കണം, അങ്ങനെ കൈപ്പേറിയ അനുഭവത്തിനകത്തും ഒരു നല്ല പ്രതീക്ഷയോടെ വന്നിരിക്കുമ്പോഴും അവിടെ എല്ലാം അടഞ്ഞിരിക്കുക, സാഹചര്യം എല്ലാം അടഞ്ഞിരിക്കുക. അവിടെ നിന്നപ്പോൾ എല്ലാ വിധത്തിലും അടയപ്പെട്ട നിമിഷത്തിലാണ് 4-ാം അധ്യായം അതിന്റെ 16-ാം വാക്യം വായിച്ചേ. നീ ചെന്ന് ശൂശനിലുള്ള എല്ലാ യഹൂദന്മാരെയും ഒന്നിച്ചുകൂട്ടി നിങ്ങൾ 3 ദിവസം രാവും പകലും തിന്നുകയോ കുടിക്കുകയോ ചെയ്യാതെ എനിക്ക് വേണ്ടി ഉപവസിപ്പീൻ. ശൂശൻ പട്ടണമൊക്കെയും കലങ്ങി നിൽക്കുകയും കൈപ്പേറിയ അനുഭവത്തിൽ മുൻപോട്ട് പോകാൻ കഴിയാൻ നിൽക്കുമ്പോഴും തകർന്ന് തരിപ്പണമായ ഒരു സമാധാനം കിട്ടുമെന്ന് വിചാരിച്ചു മുൻപോട്ട് പോയ സാഹചര്യം എല്ലാം അടവുകളും വാതിലുകളെല്ലാം അടഞ്ഞു നിൽക്കുകയും ഓരോ പ്രാർത്ഥന വരുമ്പോഴും പിന്നെയും അടയപ്പെട്ടതുപോലെ അടയ്ക്കപ്പെട്ടതുപോലെ ആണെങ്കിൽ ദൈവാത്മാവ് പറയുന്നു അവിടെ നിന്നപ്പോൾ അവർ ഹല്ലേലൂയ സ്തോത്ര ദൈവസന്നിധി സ്തുതിക്കുവാൻ, ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ഉപവസിക്കാൻ തയ്യാറായി. അതിന്റെ അവസാനം എന്താ ഞാൻ പറയട്ടെ. ഞാൻ ഹാമാനെ ഞാൻ വിടാം, ഹാമാനെ ഞാൻ ഓർക്കുന്നില്ല. കാരണം ഞാൻ പുതിയ നിയമത്തിലേക്ക് ഞാൻ വരുമ്പോൾ വ്യക്തികൾ പ്രസക്തമല്ല, എനിക്ക് ഹാമാനന്റെ വിഷയമല്ല. പക്ഷെ ഒരു കാര്യം ഉറപ്പാ, ദൈവജന സ്വസ്ഥത അനുഭവിച്ചു. ഞാൻ ഹാമാനെ പറഞ്ഞ് ഞാൻ ദീർഘിപ്പിക്കുന്നില്ല, കാരണം എനിക്ക് വ്യക്തികൾ പ്രസക്തമല്ല. നമുക്ക് ഹാമാൻ എത്ര തന്നെ ഉയർന്നാലും എന്റെ വിഷയം അവർ തകരുകയോ ഒതുങ്ങയോ രക്ഷപ്പെടുകയല്ല. അവർ യേശുവിനെ അറിഞ്ഞാൽ നല്ലത്, പക്ഷെ അതിനേക്കാളും ഏറെ എനിക്കൊരു സമാധാനം വരണം. ഹല്ലേലൂയ. ദൈവജനം ദൈവത്തെ സ്തുതിക്കുവാൻ പുറത്തുവിടാൻ തടസ്സം നിൽക്കുന്ന ഏത് മിസ്രൈമ ശക്തി ദൈവം പുറത്തു കൊണ്ടുവരും. ദൈവജനം പറയുന്ന ആബീബ് മാസം എന്നൊരു മാസം ഉണ്ടെങ്കിൽ നിന്നെ പുറത്തു കൊണ്ടുവരുന്ന ആളുകളായിരിക്കും. ഈ ദിവസം അങ്ങനെയുള്ള ചില നാളുകൾ നമുക്കും കർത്താവ് യേശുവിന്റെ നാമത്തിൽ ഓപ്പൺ ആകട്ടെ. യേശുവിന്റെ നാമത്തിൽ ഒരു നിമിഷം കണ്ണുകൾ മൂടാൻ നമുക്ക് ദൈവത്തെ പ്രാർത്ഥിക്കാം. ദൈവജനം വ്യക്തമായി എന്താണ് ഉപവാസമല്ല, എന്താണ് ഉപവാസം എന്ന് വ്യക്തമായി പറയുവാനിടയായി തീർന്നു. ഇന്ന് പകൽക്കാലം കൈപ്പേറിയ അനുഭവത്തിനകത്ത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇന്ന് പകൽക്കാലം നമ്മോട് ദൈവാത്മാവ് സംസാരിക്കുന്നു. കർത്താവ് നമ്മെ സ്നേഹിക്കുന്നുണ്ട്. ഹല്ലേലൂയ. എൻ്റെ ജീവിത സാഹചര്യങ്ങളിൽ കർത്താവെ എന്നെ ശക്തമാക്കുന്നൊരു ദൈവം. നമുക്ക് എല്ലാവർക്കും സ്ഥാനത്ത് എഴുന്നേറ്റ് നിൽക്കാം. ഇന്ന് പകൽക്കാലം കർത്താവെ എന്നെ നീ ഉപയോഗിക്കുന്ന ദൈവമായിരിക്കാൽ കർത്താവെ എൻ്റെ ജീവിത സാഹചര്യം കർത്താവിന് പൂർണ്ണമായി എന്നെ വിടുവിക്കാൻ കഴിയും. എന്നെ ഈ പ്രതികൂലത്തിന്റെ സാഹചര്യം നിന്ന് കർത്താവിന് എന്നെ വിടുവിക്കാൻ കഴിയും. നിശ്ചയമായിട്ട് ആ ദൈവമാണ് എൻ്റെ ദൈവം. ഹല്ലേലൂയ. ഈ ആരാധിക്കുമ്പോൾ തന്നെ, ദൈവത്തെ മഹത്വപ്പെടുത്തുമ്പോൾ തന്നെ ഒരു വിടുതന്റെ കരം യേശുവിന്റെ നാമത്തിൽ ഞങ്ങളുടെ സഭയിൽ സംഭവിക്കട്ടെ. കർത്താവേ, ഞങ്ങൾ ഇന്ന് പകൽക്കാലം ദൈവത്തെ ആരാധിക്കുമ്പോൾ ദൈവത്തെ മഹത്വം ദൈവജനമാണല്ലോ, ദൈവത്തെ സ്തുതിക്ക് ദൈവജനമാണല്ലോ, ദൈവപ്രവൃത്തി ആരംഭിച്ച ദൈവമക്കളാണല്ലോപ്പാ. ഞങ്ങളെ കൈപ്പേറി അനുഭവത്തിലാക്കുന്ന, നമ്മെ ഒതുക്കി തീർക്കുന്ന നമ്മളെ ഏതു വ്യക്തികൾ ഞങ്ങൾക്ക് വിഷയമല്ലപ്പാ. അപ്പാ, ഞങ്ങളുടെ സാഹചര്യത്തിൽ മാറ്റം വരണം. യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾക്ക് അങ്ങ് ആരാധിക്കണം, ഞങ്ങൾക്ക് അങ്ങനെ സ്വാതന്ത്ര്യമായി ദൈവത്തെ ആരാധിക്കണം. നുഖത്തിന്റെ അമ്മിക്കേറുകൾ യേശുവിന്റെ നാമത്തിൽ പൊട്ടട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആരാധിക്കുമ്പോൾ വിടുതൽ, ആരാധിക്കുമ്പോൾ സൗഖ്യം, ആരാധിക്കുമ്പോൾ വിടുതൽ, ആരാധിക്കുമ്പോൾ സൗഖ്യം. ദേഹം ദേഹി ആത്മാവിൽ സമാധാന സന്തോഷം ദാനമായി ജ്ഞാനം നൽകിടാം. ദേഹം ദേഹി ആത്മാവിൽ സമാധാന സന്തോഷം ദാനമായി ജ്ഞാനം നൽകിടാം. പ്രാർത്ഥിക്കാം ആത്മാവിൽ ആരാധിക്കാൻ കർത്തനെ, നല്ലവൻ അവൻ നല്ലവൻ. ഹല്ലേലൂയ.
പ്രാർത്ഥിക്കാം ആത്മാവിൽ ആരാധിക്കാൻ കർത്തനെ നല്ലവൻ അവൻ വല്ലവേ വിടുതലെന്നും പ്രാപിക്കാം വിടുതലെന്നും പ്രാപിക്കാം അടുത്തു പോകാതെ പ്രാർത്ഥിക്കാം വിശ്വാസത്തോടെ അപ്പാ ദൈവജനങ്ങൾ വ്യാപരിക്കുന്ന അന്ധകാര ശക്തികൾ മടുപ്പുകൾ യേശുവിന്റെ നാമത്തിൽ മാറട്ടെ. മടുപ്പില്ല ദൈവത്തെ സ്തുതിക്കുന്നവർ ദൈവജനമായി തീരട്ടെ യേശുവിന്റെ നാമത്തിൽ. വ്യക്തികളോടുള്ളതായ കർത്താവ് വൈരാഗ്യമല്ല ഞങ്ങൾക്ക് വരേണ്ടത്, പകയല്ല കർത്താവേ. ഞങ്ങളുടെ സാഹചര്യം മാറ്റം വരണമേ. ശ്രദ്ധയുള്ള പ്രാർത്ഥന ഫലിക്കും രോഗിക്കു സൗഖ്യമാ. പ്രാർത്ഥിക്കാം ആത്മാവിൽ ആരാധിക്കാൻ കർത്തനെ നല്ലവൻ അവൻ വല്ലവേ. ഹല്ലേലൂയ. പ്രാർത്ഥിക്കാം ആത്മാവിൽ ആരാധിക്കാൻ കർത്തനെ നല്ലവൻ അവൻ വല്ലവേ വിടുതലെന്നും പ്രാപിക്കാം. ദൈവജനം വ്യാപരിക്കുന്ന സകല അന്ധകാര വ്യാപാര മണ്ഡലങ്ങൾ യേശുവിന്റെ നാമത്തിൽ മാറി വിടുതൽ കൽപ്പിക്കട്ടെ. ഞങ്ങളുടെ കുടുംബത്തിന് വിടുതൽ വ്യാപരിക്കട്ടെ. ഞങ്ങളുടെ ജോലി സംഘം വിടുതൽ പ്രാപിക്കട്ടെ. ഞങ്ങളുടെ കുടുംബത്തിന് യേശുവിന്റെ നാമത്തിൽ വിടുതൽ വ്യാപരിക്കട്ടെ. സ്വർഗത്തിൻ കലവറ പ്രാപിക്കാം എത്രയോ നന്മകൾ. മുട്ടുവീൻ തുറക്കും സ്വർഗത്തിൻ കലവറ പ്രാപിക്കാം എത്രയോ നന്മകൾ. പ്രാർത്ഥിക്കാം ആത്മാവിൽ ആരാധിക്കാൻ കർത്തനെ നല്ലവൻ അവൻ വല്ലവേ. ഹല്ലേലൂയ. പ്രാർത്ഥിക്കാം ആത്മാവിൽ ആരാധിക്കാൻ കർത്തനെ നല്ലവൻ അവൻ വല്ലവേ വിടുതലെന്നും പ്രാപിക്കാം. ആമേൻ ആമേൻ. വിടുതലെന്നും പ്രാപിക്കാം. അടുത്തു പോകാതെ പ്രാർത്ഥിക്കാം വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാം. അടുത്തു പോകാതെ പ്രാർത്ഥിക്കാം വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാം.